ഹായ് ഓൾ, എല്ലാവർക്കും ഏണസ്റ്റ് അക്കാദമിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ജൂലൈ 13, 2024 നടന്ന കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് ആണ് നടക്കുന്നത്. എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിസിക്സിന്റെ പോർഷൻ വളരെ എളുപ്പമായിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് വലിയ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാത്ത ചോദ്യങ്ങൾ മാത്രമാണ് ഫിസിക്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ അനാലിസിസിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽഫ കോഡ് ഡി ആണ്. ആൽഫ കോഡ് ഡിയിൽ 51 മുതൽ 65 വരെ ചോദ്യങ്ങളാണ് ഫിസിക്സിൽ നിന്നുള്ളത്. 15 ചോദ്യങ്ങളാണ് ഫിസിക്സിൽ നിന്നുണ്ടായിട്ടുള്ളത്. സോ വി ക്യാൻ സ്റ്റാർട്ട്. 51ാമത്തെ ചോദ്യം, അതായത് ഫിസിക്സിന്റെ 1ാമത്തെ ചോദ്യം ഇതായിരുന്നു. ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സെക്കൻഡ് പെൻഡുലം. ഒരു സെക്കൻഡ് പെൻഡുലത്തിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എത്രയാണ്? 2 seconds ആണ് അല്ലെ. ഒരു സെക്കൻഡ് പെൻഡുലം എന്ന് പറയുമ്പോൾ അത് ഒരു സ്വിങ്ങിന് 1 സെക്കൻഡ് എടുക്കും. അതായത് ഒരു 1 സ്വിങ് ഇതിന് 1 സെക്കൻഡ് എടുക്കും, ആൻഡ് ഫോർ ദിസ് അനദർ 1 സെക്കൻഡ്. അപ്പൊ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എത്ര സെക്കൻഡ് എടുക്കും? 2 സെക്കൻഡ് എടുക്കും. ഓക്കെ, അപ്പൊ സെക്കൻഡ് പെൻഡുലം പീരീഡ് ഓഫ് ഓസിലേഷൻ എത്രയാണ്? 2 സെക്കൻഡ് ആണ്. പീരീഡ് ഓഫ് ഓസിലേഷൻ 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തിനെയാണ് സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. Among the following statement about electric field lines, select the correct option. Correct option ചൂസ് ചെയ്യാനാണ്. ഒന്നാമത്തത്, they start from positive charge and end in negative charge. അല്ലെ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇപ്പൊ ഒരു ഡൈപോൾ ഉണ്ടെങ്കിൽ it start from positive charge and end at negative charge. ഓക്കെ, ഇപ്പോ ഒരു പോസിറ്റീവ് ചാർജ് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയാം. ഒരു നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളെങ്കിലോ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഇൻഫിനിറ്റി ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ് എന്ന് പറയാം. ഓക്കെ, either way നമുക്കിത് സ്റ്റേറ്റ് ചെയ്യാം. സോ the first one is right. Second one is, two electric field lines can never cross each other. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്യത്തില്ല. Two electric field lines can never cross each other. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്താൽ നമുക്കറിയാം, ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അതിന്റെ ഡയറക്ഷൻ നമുക്ക് വേണമെങ്കിൽ, ഇപ്പോ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ചെയ്താൽ നമ്മൾ ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചാൽ മതി. അതുപോലെ ഇപ്പൊ ഈ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിൽ ഇപ്പൊ നമുക്ക് we can draw two tangents, one along this line and another along this line. So which means that ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടെന്ന്, which is not true. അതുകൊണ്ട് തന്നെ two electric field lines can never intersect each other എന്നുള്ളത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. The third statement is, electric field lines do not form any closed loops. അതും കറക്റ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നത് പോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാ? ഇൻസൈഡ് ദി മാഗ്നറ്റ് സൗത്ത് ടു നോർത്ത് ആണ്. ഇൻസൈഡ് ദി മാഗ്നറ്റ് സൗത്ത് ടു നോർത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരിക, ആൻഡ് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്ത് ടു സൗത്ത് ആണ് വരിക. അപ്പോ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ട്രാവൽ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ആരോ ത്രൂ ഔട്ട്. നമുക്ക് തുടങ്ങി അടുത്ത് തിരിച്ചെത്തുമ്പോൾ ഡയറക്ഷൻ ഇവിടെ ആ ആരോയുടെ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്. തിരിച്ച് ഇതിന്റെ ഉള്ളിൽ കയറുമ്പോഴും നമ്മൾ ആ ആരോയുടെ ഡയറക്ഷനിലാണ് വരുന്നത്. പക്ഷെ ഇത് ഇവിടെ നോക്കിക്കേ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കേസിൽ ഞാൻ ഇവിടെ പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ ഞാൻ പോകുന്ന ആരോയുടെ ഡയറക്ഷനിലാണ്. നെഗറ്റീവ് ചാർജ് ഞാൻ തിരിച്ചു വരുമ്പോൾ ആരോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഞാൻ പോകുന്നത്. വിച്ച് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്സ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നില്ല? ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഓൾ ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. നെക്സ്റ്റ് വൺ, ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ ലോങ് സോളിനോയിഡ്. സോളിനോയിഡിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് L ആണ്. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് ക്യാപിറ്റൽ N ആണ്. ആൻഡ് ക്യാരിയിങ് കറണ്ട് I കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് ഈസ് ഗിവൺ ബൈ μ0 N/L into I ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഇവിടെ വരേണ്ടത്. ഈ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്തിനെ μ0 സ്മോൾ n എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സ്മോൾ n I. ഓക്കെ, μ0 സ്മോൾ n I. സോ A, B, C ആണ് റൈറ്റ് ആൻസർ. μ0 സ്മോൾ n I. ഡി കറക്റ്റ് ആൻസർ ആവില്ല, കാരണം ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. അവിടെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് വരേണ്ടത്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് വരേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 53. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്,
Which electromagnetic radiation plays an important role in maintaining the Earth's warmth through the greenhouse effect? ഗ്രീൻ ഹൗസ് എഫക്റ്റിലൂടെ എർത്തിന്റെ വാംത ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഏതാണെന്നുള്ളത്. ആൻസർ ഈസ് ഇൻഫ്രാറെഡ് റേസ്. ഇൻഫ്രാറെഡ് റേസ് ആണ് ഹീറ്റ് വേവ്സ് എന്നറിയപ്പെടുന്നത്. ഹീറ്റ് വേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഹോട്ട് ബോഡീസ് ആണ് ഇൻഫ്രാറെഡ് റേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നറിയപ്പെടുന്ന വാട്ടർ മോളിക്യൂള്, കാർബൺ മോണോക്സൈഡ്, ഇവർക്കൊക്കെ ഈ ഇൻഫ്രാറെഡ് റേസിനെ ട്രാപ്പ് ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ട്. അറ്റ്മോസ്ഫിയറിൽ ഇൻഫ്രാറെഡ് റേസിനെ ട്രാപ്പ് ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ട്. സോ ഇൻഫ്രാറെഡ് റേസിനെ ട്രാപ്പ് ചെയ്ത് നിർത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എർത്തിന്റെ ടെമ്പറേച്ചർ അതിനനുസരിച്ച് ഇൻക്രീസ് ആവുന്നു. ആക്ച്വലി ഇങ്ങനെ ഇൻഫ്രാറെഡ് റേസിനെ ട്രാപ്പ് ചെയ്ത് നിർത്തേണ്ടത് ആവശ്യമാണ് ടു മെയിൻറ്റെയിൻ ദ റിക്വയർഡ് ടെമ്പറേച്ചർ. പക്ഷേ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ട്രാപ്പ് ചെയ്ത് നിർത്തുന്ന ഇൻഫ്രാറെഡ് റേസിന്റെ അളവ് കൂടും. സോ അവിടെ ആവശ്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിന് മുകളിൽ പോകും ടെമ്പറേച്ചർ. സോ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. സോ ദ ആൻസർ ഈസ് ഇൻഫ്രാറെഡ് റേസ്. നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ മോസ്റ്റ് ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് എലമെന്റ്? ഓപ്ഷൻസ് സിൽവർ, ലെഡ്, ഹൈഡ്രജൻ, അലൂമിനിയം. അറിയാം വിച്ച് ഈസ് സിൽവർ. സിൽവർ ആണ് ഏറ്റവും കണ്ടക്ടിവിറ്റി കൂടുതലുള്ള എലമെന്റ്. ഓക്കെ, മോസ്റ്റ് ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് എലമെന്റ് ഈസ് സിൽവർ. നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് അത് ഒപ്റ്റിക്സിൽ നിന്നാണ്. എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം മീഡിയം 1 ടു മീഡിയം 2. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യാണ്. നമുക്കറിയാം ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ രണ്ട് മീഡിയവും, ദിസ് ഇസ് ഫസ്റ്റ് മീഡിയം ആൻഡ് സെക്കൻഡ് മീഡിയം, രണ്ട് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദ റേ ഓഫ് ലൈറ്റ് ബെൻസ്, അല്ലെ? ബെൻസ്. സോ ഈ ബെൻഡിങ് ഓഫ് ലൈറ്റിനെ പറയുന്ന പേരാണെന്ത്? റിഫ്രാക്ഷൻ. ഇതിന് ഈ ബെൻഡിങ് ഉണ്ടാവാതെ നേരെ പോയിരുന്നെങ്കിൽ ഇങ്ങനെ പോണായിരുന്നു. ബെൻഡിങ് ഉണ്ടാവാതെ പോകണമെങ്കിൽ അത് എങ്ങനെ ഇൻസൈഡ് ചെയ്യണം? നോർമൽ ഇൻസിഡൻസ് ആയിരിക്കണം. എന്തായിരിക്കണം? നോർമൽ ഇൻസിഡൻസ് ആയിരിക്കണം. സോ ഇഫ് നോ റിഫ്രാക്ഷൻ ഒക്കേഴ്സ്, റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല എങ്കിൽ then the angle between the incident light, ഇതാണ് ഇൻസിഡന്റ് ലൈറ്റ്. ഇൻസിഡന്റ് ലൈറ്റ് ആൻഡ് സർഫസ് ഓഫ് സെപ്പറേഷൻ ഈസ് 90 ഡിഗ്രി. എത്രയാവണം? 90 ഡിഗ്രി ആകണം. അങ്ങനെ റിഫ്രാക്ഷൻ സംഭവിക്കാതെ വരേണ്ട കണ്ടീഷൻസ് ഒന്നെങ്കിൽ നോർമൽ ഇൻസിഡൻസ് ആയിരിക്കണം, അതല്ലെങ്കിൽ രണ്ട് മെറ്റീരിയലിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോഴും റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് which of the following mirror is used as rear view mirror in vehicles? വെഹിക്കിൾസിൽ നമ്മൾ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് മിറർ ആണ് എന്നുള്ളതാണ് ചോദ്യം. കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, പ്ലെയിൻ മിറർ, സിലിണ്ടറിക്കൽ മിറർ, ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ്. ദ ആൻസർ ഈസ് കോൺവെക്സ് മിറർ. എന്താണ്? കോൺവെക്സ് മിറർ ആണ്. കാരണം കോൺവെക്സ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറക്റ്റ് ആയിട്ടുള്ള, അതായത് നേരെ തന്നെ ഇൻവേർട്ടർ അല്ലാത്ത ഇറക്റ്റ് ആയിട്ടുള്ള വിർച്വൽ ആയിട്ടുള്ള ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. എന്താണ്? ഡിമിനിഷ്ഡ് ഇമേജ്. ഡിമിനിഷ്ഡ് ഇമേജ് എന്ന് വെച്ചാൽ ഒറിജിനൽ സൈസ് ആണോ കാണിക്കുക? സൈസ് കുറച്ചായിരിക്കും കാണിക്കുക. അത് അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബാക്കിലുള്ള സാധനങ്ങൾ കാണാനാണല്ലോ ഈ റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നത്. ഡിമിനിഷ്ഡ് ആയിട്ട് കാണിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഏരിയ ആ മിററിൽ കൂടെ കാണാൻ പറ്റും. അപ്പോ which provide a wider field of view. കുറച്ച് അധികം ഏരിയ നമുക്ക് ആ മിററിന്റെ സൈസിനെക്കാട്ടില്ല, ആ മിററിന്റെ സൈസിലുള്ള അത്ര ഏരിയ ആണ് നമ്മൾ കാണാനല്ല, പുറകിലുള്ള ഒരു കുറച്ചധികം ഏരിയ നമുക്ക് ആ മിററിൽ കൂടെ കാണാൻ പറ്റും. ഹെൻസ് കോൺവെക്സ് മിറർ ആണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? റിയർ വ്യൂ മിറർ ആയിട്ട് വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് സെനർ ഡയോഡ്. സെനർ ഡയോഡ് ഒരു സ്പെഷ്യൽ പർപ്പസ് PN ജംഗ്ഷൻ ഡയോഡ് ആണ്. സെനർ ഡയോഡ് നമ്മൾ പറഞ്ഞിരുന്നു. സെനർ ഡയോഡ് വർക്ക് ഇൻ റിവേഴ്സ് ബയാസിലാണ് അതിനെ കണക്ട് ചെയ്യുക. ആൻഡ് വർക്ക് ഇൻ ബ്രേക്ക് ഡൗൺ റീജിയണിലാണ് അത് വർക്ക് ചെയ്യുക. സെനർ ഡയോഡിന്റെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുവാണെങ്കിലോ അതിന്റെ ബ്രേക്ക് ഡൗൺ റീജിയണിൽ ഇങ്ങനെ സ്റ്റീപ്പ് ആയിട്ടാണ്. ദിസ് ഇസ് വോൾട്ടേജ്, ദിസ് ഇസ് കറണ്ട്.
ഓക്കെ, ഇപ്പൊ എത്ര കറണ്ട് കൂടിയാലും അവിടെ വോൾട്ടേജ് മാറ്റം സംഭവിക്കുന്നില്ല. ഇപ്പൊ ബ്രേക്ക് ഡൗൺ റീജിയണിൽ അവിടെ വോൾട്ടേജ് റെഗുലേഷൻ ആണ് സെറർ ഡയോഡിന്റെ പർപ്പസ്. വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് സെറർ ഡയോഡ് ഉപയോഗിക്കുന്നത്. കാൻഡല ഈസ് ദ SI യൂണിറ്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? നമുക്ക് നോക്കാം. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. ടെമ്പറേച്ചർ ഓഫ് കെൽവിൻ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഈസ് മോൾ. ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്ത്? കാൻഡല. കാൻഡല ഈസ് ദ SI യൂണിറ്റ് ഓഫ് luminous intensity. Next question. The particle of mass m is moving in a uniform circular motion. Uniform circular motion ലാണ് മൂവ് ചെയ്യുന്നത്. മാസ് m ആണ്. With constant speed v. സ്പീഡ് v ആണ്. Along a circle of radius r. The acceleration of the particle. ഈ acceleration നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? Centripetal acceleration. എന്താണ്? Centripetal acceleration. Centripetal acceleration is v square by r. Okay, v square by r ആണ് centripetal acceleration. ഈ mv square by r എന്തുവാ? centripetal force ആണ്. F is equal to mv square by r. centripetal force ആണ്. This is ma, m into a. So m കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ acceleration കിട്ടും v square by r. So നമ്മളോട് ചോദിച്ചേക്കുന്നത് acceleration ആണ്, v square by r. Next question. The frictional force required to keep the solid object on its surface at rest is called. ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്നാണ് ചോദ്യം. അതിന് ഇപ്പൊ ഈ ബോഡീനെ നമ്മളിങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുകയാണ്. പക്ഷെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഈ ബോഡി മൂവ് ചെയ്യുന്നില്ല. ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഈ ബോഡി മൂവ് ചെയ്യുന്നില്ല. ദിസ് ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ഫോഴ്സ് എവിടെ പോയി? കാരണം ഈ ഫോഴ്സിന് ഓപ്പോസിറ്റ് കൊണ്ട് ഇവിടെ എന്തുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, വിച്ച് ഈസ് നോൺ ആസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനിയിപ്പോ ഈ ഒബ്ജക്റ്റ് നമ്മൾ ഈ ഫോഴ്സ് കൊടുത്തപ്പോ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് തുടങ്ങി വിത്ത് എ വെലോസിറ്റി v. സോ അപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ട്, വിച്ച് ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓപ്പോസസ് ഇംപെൻഡിങ് മോഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓപ്പോസസ് ഇംപെൻഡിങ് മോഷൻ. സോ മൂവ് ചെയ്യാതിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് എന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The variation of acceleration due to gravity with height from the surface of the earth is that എർത്തിന്റെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. എർത്തിന്റെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റിയുടെ വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്, ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്, റിമൈൻസ് കോൺസ്റ്റന്റ്, നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാം, as height increases, g എന്ന് പറയുന്നത് സർഫസിലുള്ള ഗ്രാവിറ്റി ആണ്. We can written as g of h is equal to g into 1 minus 2h by r. 1 minus 2h by r. 1 നിന്ന് എന്തോ ഒരു ക്വാണ്ടിറ്റി മൈനസ് ചെയ്തിട്ടാണ് ജിയോടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ആസ് വി മൂവ് above the earth surface, the acceleration due to gravity decreases with increase in height. ഡെപ്തിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഡെപ്തിലേക്ക് പോകുമ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെപ്ത്. ഏറ്റവും മാക്സിമം വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എവിടെയാണ്? സർഫസിലാണ്. സർഫസിലാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് മാക്സിമം വാല്യൂ. സർഫസിൽ നിന്നൊരു ഹൈറ്റിലേക്ക് മുകളിലേക്ക് പോയാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. ഡെപ്തിലേക്ക് താഴേക്ക് പോയാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The pressure in a fluid at rest is the same at all points if they are at the same height. പോയിന്റ്സ് സെയിം ഹൈറ്റിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സെയിം ഹൈറ്റിലുള്ള പോയിന്റ്സിന്റെയൊക്കെ ഒരേ ഹൈറ്റിലുള്ള പോയിന്റ്സിലേക്ക് പ്രഷർ സെയിം ആയിരിക്കും. ഇത് പറയുന്ന ലോ ഏതാണ്? ഓപ്ഷൻസിൽ ബോയിൽസ് ലോ, ബെർണോളിസ് പ്രിൻസിപ്പിൾ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആൻഡ് പാസ്കൽസ് ലോ.
ബോയിൽസ് ലോ എന്നാ നമുക്ക് പറഞ്ഞു തരുന്നത് പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലെ, പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. ബെർണോളിസ് തിയറം എന്താ പറയുന്നത്, ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് പല പല ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലുള്ള ഒരു പൈപ്പിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പ്രഷർ എനർജി, ഇതിന്റെ എല്ലാത്തിന്റെ സം എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, വെൻ എ മെറ്റീരിയൽ എ ബോഡി ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്, അതിന് ഒരു ഓപ്പോസിംഗ് ഫോഴ്സ് കൊടുക്കും, ദ അപ്വേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയോൺസി എന്ന് നമ്മൾ പറയും. ദിസ് അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദി weight of the fluid displaced. Okay, and the answer is Pascal's law. Pascal's law എന്താ പറയുന്നത്, the pressure in a fluid at rest is the same at all points if they are at the same height. റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിലുള്ള പ്രഷർ ഒരേ ഹൈറ്റിലുള്ള എല്ലാ പോയിന്റിലും സെയിം ആയിരിക്കും. അതാണ് പാസ്കൽസ് ലോ പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, if the Celsius scale temperature corresponding to 212 degree Fahrenheit in the Fahrenheit scale is 212 ഡിഗ്രി ഫാരൻഹീറ്റ് എത്ര സെൽഷ്യസ് ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഫാരൻഹീറ്റിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്കുള്ള കൺവേർഷൻ ഇക്വേഷൻ, ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു 5/9 ഡിഗ്രി ഫാരൻഹീറ്റ് മൈനസ് 32 ആണ്. സോ 5/9 ഡിഗ്രി ഫാരൻഹീറ്റ് എത്രയാ, 212 മൈനസ് 32. അപ്പോ 5/9 ഇൻറ്റു 212 32 പോയാ 180. സോ 9ഉം 18ഉം തമ്മിൽ കട്ട് ചെയ്യൂ, 20 ആവും. ആൻസർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. എത്രയാണ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, സോ ഈ 15 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നടന്ന വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ എളുപ്പത്തിൽ ഒരുപാട് കാൽക്കുലേഷൻ, അകപ്പാട് കാൽക്കുലേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനിലാണ്. എല്ലാവർക്കും ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. 13/7/2024 നടന്ന കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാമിലെ കെമിസ്ട്രിയിലെ ആൻസേഴ്സാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദി ഡിസ്കവറി ഓഫ് ഫുള്ളറിൻസ് ലെഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് വിച്ച് സിഗ്നിഫിക്കൻറ്റ് ഏരിയ ഇൻ മെറ്റീരിയൽ സയൻസ്. അതായത് ഫുള്ളറിൻസിൻ്റെ കണ്ടുപിടുത്തം ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്? ഓപ്ഷൻ എ സൂപ്പർ കണ്ടക്ടർ, ഓപ്ഷൻ ബി നാനോ ടെക്നോളജി, ഓപ്ഷൻ സി പോളിമേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഫോട്ടോ വോൾട്ടായിക്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നാനോ ടെക്നോളജിയാണ്. ഫുള്ളറിൻസ് C60 എന്ന് പറയുന്ന കാർബണിൻ്റെ അലോട്രോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ നാനോ ടെക്നോളജിയിലാണ് ഫുള്ളറിൻസിന് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ട്രാൻസിഷൻ മെറ്റൽ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ട്രാൻസിഷൻ മെറ്റൽ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ വനേഡിയം, ഓപ്ഷൻ ബി ഗോൾഡ്, ഓപ്ഷൻ സി കോപ്പർ ആൻഡ് ഓപ്ഷൻ ഡി താലിയം. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി താലിയമാണ്. ഇറ്റ് ഈസ് താലിയം എന്ന് പറയുന്നത് ബോറോൺ ഫാമിലിയിൽ വരുന്നതാണ്. അത് പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ബാക്കിയുള്ള വനേഡിയം, ഗോൾഡ്, കോപ്പർ ഇതെല്ലാം ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിട്ടുള്ള ട്രാൻസിഷൻ എലമെൻറ്റ്സുകളാണ്. താലിയം മാത്രമാണ് നോൺ ട്രാൻസിഷൻ മെറ്റലായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a solution contains 0.5 moles of solute in a 2 liters of solution. What is the molarity of the solution? Option A 0.25 molar, option B 1 molar, option C 2.5 molar, option D 0.125 molar. അപ്പോൾ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ആണ്. 1 ലിറ്ററിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ്. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2 ലിറ്ററിൽ 0.5 മോൾസ് ഉണ്ടെങ്കിൽ നമ്മൾ മൊളാരിറ്റി എത്ര ലിറ്ററിലാണ്? 1 ലിറ്ററിൽ എത്ര മോൾസ് കാണും? കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? കറക്റ്റ് ഓപ്ഷൻ 0.25 മോളാറാണ്. 2 ലിറ്ററിൽ 0.5 മോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ അതായത് സൊല്യൂഷൻ്റെ വോളിയം നമുക്ക് നേർപകുതിയല്ലേ. അല്ലെങ്കിൽ തന്നെ മൊളാരിറ്റിയുടെ കറക്റ്റ് ഡെഫിനിഷൻ നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ആണ്. അപ്പോൾ 2 ലിറ്ററിൽ 0.5 വരുമ്പോഴത്തേക്കിനും 1 ലിറ്ററിൽ 0.25 മോൾസ് ആണുള്ളത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. നെക്സ്റ്റ്, for an electron in a 4s orbital, what are the possible values of the angular momentum quantum number?
എൽ അല്ലേ, ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എത്രയാണ്, അതായത് 4s കറസ്പോണ്ടിങ് ആയിട്ട് എൽ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി 2 ആൻഡ് ഓപ്ഷൻ ഡി 3. നമുക്കറിയാം എസ് ഓർബിറ്റിൽ കറസ്പോണ്ടിങ് എൽ വാല്യൂ എത്രയാണ്, 0. ഇത് കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എൽ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. എസ് എന്ന് പറഞ്ഞ സബ്ഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ വാല്യൂ 0 ആണ്. അറിയാം പിക്ക് ആകുമ്പോൾ 1 വരും, ഡി 2 വരും, F3 വരും, അങ്ങനെ നമുക്കറിയാം. അപ്പോൾ 4s നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ എസ് ഓർബിറ്റലിൻ്റെ എൽ വാല്യൂ ഇസ് 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ചാർജിങ് ഓഫ് എ ലെഡ് സ്റ്റോറേജ് സെൽ വിച്ച് ഇലക്ട്രോഡ് അണ്ടർഗോസ് ദി ഓക്സിഡേഷൻ റിയാക്ഷൻ. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? ഓപ്ഷൻ എ ലെഡ് ഇലക്ട്രോഡ്, ഓപ്ഷൻ ബി ഓക്സിജൻ ഗ്യാസ് ഇലക്ട്രോഡ്, ഓപ്ഷൻ സി ഹൈഡ്രജൻ ഗ്യാസ് ഇലക്ട്രോഡ് ആൻഡ് ഓപ്ഷൻ ഡി ലാൻഡ് ഡയോക്സൈഡ് ഇലക്ട്രോഡ്. ലെഡ് ഡയോക്സൈഡ് ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ലെഡ് ഇലക്ട്രോഡ്. കാരണം ലെഡ് നമുക്ക് ഓക്സിഡേഷൻ നടക്കുന്നത് ഏത് ഇലക്ട്രോഡിലാണ്? ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ലെഡ് ഇലക്ട്രോഡാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ ആണ്. The next, which of the following term is an example of a lyophobic colloid? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലയോഫോബിക് കൊളോയിഡിന് എക്സാമ്പിൾ ഏതാണെന്നാണ്. ഓപ്ഷൻ എ ജലാറ്റിൻ, ഓപ്ഷൻ ബി സ്റ്റാർച്ച്, ഓപ്ഷൻ സി സൾഫർ ആൻഡ് ഓപ്ഷൻ ഡി ഗം അറബിക്. കറക്റ്റ് ഓപ്ഷൻ സൾഫർ ആണ്. നമുക്കറിയാം ലയോഫോബിക് എന്ന് പറയുമ്പോൾ ഡിസ്പോഷൻ മീഡിയവും ഡിസ്പോസ്ഡ് ഫേസും തമ്മിൽ ഇൻട്രാക്ഷൻ കുറവായിരിക്കും അവിടെ അല്ലേ. അപ്പോൾ ബാക്കി 3 ജലാറ്റിൻ, സ്റ്റാർച്ച്, ഗം എന്ന് പറയുന്ന ഇത് 3 നമുക്ക് നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ള കൊളോയിഡ്സുകളാണ്. അവരെല്ലാം ലയോഫിലിക് നേച്ചറാണ്, അവിടെ അഫിനിറ്റി കൂടുതലാണ്. ഡിസ്പോഷൻ മീഡിയം ഡിസ്പോസ്ഡ് ഫേസ് തമ്മിൽ അഫിനിറ്റി കൂടുതലാണ്, അവർ ലയോഫിലിക്കാണ്. നമുക്ക് മെറ്റൽ സൾഫൈഡുകളും അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡുകൾ അല്ലേ, സൾഫറിൻ്റെ കൊളോയിഡ്സും ഒക്കെ എന്തിൽ വരുന്നതാണ്? ലയോഫോബിക് കൊളോയിഡ്സിലാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ സി സൾഫർ ആണ്. Next, which of the following elements has the highest ionization enthalpy in the second period of modern periodic table? മോഡേൺ പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെ പീരീഡിൽ അയണൈസേഷൻ എനർജി കൂടിയ എലമെൻറ്റ് ഏതാണ്? ഓപ്ഷൻ എ ലിഥിയം, ഓപ്ഷൻ ബി ബെറിലിയം, ഓപ്ഷൻ സി ബോറോൺ ആൻഡ് ഓപ്ഷൻ ഡി കാർബൺ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി കാർബൺ ആണ്. നമുക്കറിയാം ലിഥിയം, ദെൻ ബെറിലിയം, അയണൈസേഷൻ എന്താൽപ്പിയുടെ ഓർഡർ എങ്ങനെയാണ്? ബോറോൺ, ദെൻ കാർബൺ. നമുക്കറിയാം പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോഴത്തേക്കിനും അറ്റോമിക് സൈസ് കുറയും. അറ്റോമിക് സൈസ് കുറയുമ്പോൾ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കൂടും. അപ്പോൾ ആ ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ കൂടുതൽ എനർജി കൊടുക്കണം. അതുകൊണ്ട് കാർബണിനായിരിക്കും അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ സെക്കൻഡ് പീരീഡിൽ. Which of the following equation depicts the reducing nature of hydrogen peroxide? അല്ലെ, ഹൈഡ്രജൻ പെറോക്സൈഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആകുന്നത് ഏത് ഇക്വേഷനിലാണ്? അതിൻ്റെ റെഡ്യൂസിങ് നേച്ചർ കാണിക്കുന്നത് ഏത് ഇക്വേഷനിലാണ്? ഓപ്ഷൻ എ FeCN6 4- plus 2H++ H2O2 gives FeCN6 3- plus 2H2. Option B, I2 plus H2O2 plus 2OH- gives 2I- plus 2H2O plus O2. Option C, Mn2 plus H2O2 gives Mn4 plus 2OH-. Option D, PbS plus 4H2O2 gives Pb lead sulfate plus water. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. അതായത് ബാക്കിയുള്ള എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ Fe2+ എന്ന് പറയുന്നത് Fe3+ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് അയണിന് അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു. അയണിനെ ഓക്സിഡൈസ് ചെയ്തത് ആളാരാണ്? H2O2. ഇവിടെ -1 ആയിരുന്നു ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇവിടെ -2 ആയിട്ട് മാറി. അതായത് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. H2O2 അവിടെ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അവിടെ അതായത് റിഡക്ഷൻ ആണ് സംഭവിച്ചത്.
ആ ഫസ്റ്റ് ഇക്വേഷനിൽ H2O2 ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ നോക്കുവാണെങ്കിൽ I2ൻ്റെത് 0 ആയിരുന്നു ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇവിടെ I മൈനസ് ആയിട്ട് മാറി അല്ലേ, -1 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും ഇവിടെ അയഡിൻ എന്ത് സംഭവിച്ചു, റിഡക്ഷൻ സംഭവിച്ചു. അതിനെ റിഡ്യൂസ് ചെയ്യുന്ന ആളാരായിരിക്കും, ഇവിടെ H2O2 എന്തായിട്ട് ഓക്സിഡേഷൻ സംഭവിച്ച് ഓക്സിജനായിട്ട് മാറി. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആളാണ് ആര്, റെഡ്യൂസിങ് ഏജൻറ്റ്. ദെൻ ഇവിടെ ഓപ്ഷൻ സിയിൽ നോക്കുകയാണെങ്കിൽ മാംഗനീസ് 4+ ആയിട്ട് ഓക്സിഡേഷൻ നടന്നു. അതേസമയം H2O2ന് റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത്. സിയിലും H2O2 ഓക്സിഡൈസിങ് ഏജൻ്റാണ്. സെയിം കണ്ടൻ്റാണ് ലെഡ് സൾഫൈഡ് സൾഫേറ്റ്, അവിടെയും ലെഡിനൊരു ഓക്സിഡേഷൻ അല്ലേ സംഭവിച്ചത്, ഹൈഡ്രജൻ പെറോക്സൈഡിന് റിഡക്ഷനാണ്. അപ്പോൾ ബാക്കി 3 ഇക്വേഷനിലും A, C, D 3 ഇക്വേഷനിലും ഹൈഡ്രജൻ പെറോക്സൈഡിന് ഓക്സിഡൈസിങ് ഏജൻ്റാണ്, അവിടെ റിഡക്ഷനാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബി I2, അവിടെ ആ ഓപ്ഷൻ ബിയിലാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ഹൈപ്പോനെട്രീമിയ റെഫേഴ്സ് ടു എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ. ഹൈപ്പോനെട്രീമിയ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ എന്താണ് മീൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഹൈ ലെവൽ ഓഫ് സോഡിയം ഇൻ ബ്ലഡ്, ഓപ്ഷൻ ബി ലോ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്, ഓപ്ഷൻ സി നോർമൽ ലെവൽ ഓഫ് സോഡിയം ഇൻ ബ്ലഡ്, ആൻഡ് ഓപ്ഷൻ ഡി ലോ ലെവൽസ് ഓഫ് സോഡിയം ഇൻ ബ്ലഡ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോ ലെവൽ ഓഫ് സോഡിയം ഇൻ ബ്ലഡ്. ഓക്കെ, സോഡിയത്തിൻ്റെ ലെവല് അതായത് ടു ലോ ആയിട്ട് മാറും, അത് വളരെ കുറവ്. അത് നമ്മുടെ ഫ്ലൂയിഡിൽ, ബോഡി ഫ്ലൂയിഡിൽ സോഡിയത്തിൻ്റെ അളവ് വളരെയധികം കുറയുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഹൈപ്പോനെട്രീമിയ എന്ന് റെഫർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ദി IUPAC നെയിം ഫോർ തന്നിരിക്കുന്ന ഈ ഒരു കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം ഏതാണെന്നാണ്. ഓപ്ഷൻ എ 1-chloro-2-nitro-4-methyl benzene, ഓപ്ഷൻ ബി 1-chloro-4-methyl-2-nitro-benzene, ഓപ്ഷൻ സി 2-chloro-1-methyl 5-methyl ആൻഡ് ഓപ്ഷൻ ഡി മെറ്റാനൈട്രോ-പാരാക്ലോറോ-ടോളുവിൻ. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, 1-chloro-4-methyl-2-nitro-benzene. ഇവിടെ നമ്മൾ ബെൻസീൻ റിങ്ങുകൾക്ക് പേര് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴത്തേക്കിനും സബ്സ്റ്റിറ്റ്യൂവൻസുകൾക്ക് ലീസ്റ്റ് നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. പിന്നെ ഇതിൽ നമ്മൾ ആ ഒരു സ്ട്രക്ചറിൻ്റെ ബേസിക് സ്ട്രക്ചർ ഏതാണെന്ന് നോക്കുക. നമ്മളുടെ നൈട്രോബെൻസീനാണ് ബേസിക് സ്ട്രക്ചർ എടുക്കുന്നത്. അത് മാത്രമല്ല ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് നമ്മൾ അത് മാത്രമല്ല ആൽഫബറ്റിക് ഓർഡറിൽ വേണം ഈ സബ്സ്റ്റിറ്റ്യൂവൻസിന് എഴുതാൻ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ബാക്കി 3 പേരും കറക്റ്റ് ആൽഫബറ്റ് ഓർഡറിലല്ല കിടക്കുന്നത്. ഇപ്പോൾ ക്ലോറിൻ, മീത്തൈൽ, നൈട്രോ. അപ്പോൾ സി ഫസ്റ്റ് വരും, ദെൻ എം, ദെൻ അതിനുശേഷം എൻ. അപ്പോൾ കറക്റ്റ് ആൽഫബറ്റ് ഓർഡറിൽ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസുകൾക്ക് ലീസ്റ്റ് ബ്രാഞ്ചിങ് നമ്പേഴ്സ് കിട്ടുന്നത് ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ കറക്റ്റ് നെയിം എന്താണ്, 1-chloro-4-methyl വരാൻ കാരണം ആൽഫബറ്റ് അനുസരിച്ച് മീത്തൈൽ ഫസ്റ്റ് വരും, നൈട്രോയ്ക്ക് മുന്നേ വരും, ദെൻ 2-nitro-benzene. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. വിച്ച് പെയർ ഓഫ് കോമ്പൗണ്ട്സ് ഗീവ്സ് ടോളറൻസ് ടെസ്റ്റ് തരുന്ന പെയേഴ്സ് ഏതാണ്? ഓപ്ഷൻ എ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്, ഓപ്ഷൻ ബി സൂക്രോസ് ആൻഡ് ഗ്ലൂക്കോസ്, ഓപ്ഷൻ സി ഹെക്സനാൽ ആൻഡ് അസറ്റോഫീനോൺ ആൻഡ് ഓപ്ഷൻ ഡി ഫ്രക്ടോസ് ആൻഡ് സൂക്രോസ്. നമ്മൾ ടോളറൻസ് ടെസ്റ്റ് ചെയ്യുന്നത്, ടോളറൻസ് റിയേജന്റ് എന്ന് പറയുമ്പോൾ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്. നമുക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഒഴിക്കുമ്പോൾ ഒരു സിൽവർ മിറർ കിട്ടുന്നതാണ് ടോളറൻസ് ടെസ്റ്റ് പോസിറ്റീവ് തരുന്നത്. കോമൺലി നമ്മളുടെ ആൽഡിഹൈഡ്സുകളാണ് തരുന്നത്. ആൽഡിഹൈഡിനെയും കീറ്റോനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ടെസ്റ്റാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. കാരണം ഗ്ലൂക്കോസിൽ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ നമുക്ക് തരുന്നത് ആൽഫ ഹൈഡ്രോക്സി കീറ്റോണും എന്ത് തരും, ടോളറൻസ് ടെസ്റ്റ് പോസിറ്റീവ് തരും. അപ്പോൾ ഗ്ലൂക്കോസിലും ഫ്രക്ടോസിലും മാത്രമാണ്, ഗ്ലൂക്കോസിലെ ആൽഡിഹൈഡും ഫ്രക്ടോസിലെ ആൽഫ ഹൈഡ്രോക്സി കീറ്റോണും ആണ്. ബാക്കി നമ്മൾ സൂക്രോസ് നോക്കുവാണെങ്കിൽ അതിൽ ആൽഡിഹൈഡും ഇല്ല, ഈ ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ ഇല്ല. ഹെക്സനാലിൽ നോക്കുവാണെങ്കിലും നമുക്ക് ഹെക്സനാൽ തരും, പക്ഷേ ഹെക്സനാലിൻ്റെ കൂടെയുള്ള ആളാരാണ്, അസറ്റോഫീനോൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അസറ്റോഫീനോൺ എന്ത് തരില്ല, അസറ്റോഫീനോൺ എന്ന് പറയുന്നത് ടോളറൻസ് ടെസ്റ്റ് പോസിറ്റീവ് തരില്ല. അപ്പോൾ നമുക്ക് പോസിറ്റീവ് തരുന്ന 2 ആൾക്കാരേ ഉള്ളൂ. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒരുപോലെ തരും. സൂക്രോസ് തരില്ല, പക്ഷെ ഗ്ലൂക്കോസ് കാണിക്കും. ഫ്രക്ടോസ് തരും, സൂക്രോസ് തരില്ല. ഹെക്സനാൽ തരും, അസറ്റോഫീനോൺ തരില്ല. അപ്പോൾ 2 പേരും തരുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും മാത്രമാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എ ആണ്.
ദി കൊമേഴ്ഷ്യൽ നെയിം ഓഫ് പോളിഅക്രിലോനൈട്രിൽ. പോളിഅക്രിലോനൈട്രിലിനെ നമ്മൾ കൊമേഴ്ഷ്യലി വിളിക്കുന്ന പേര് ഓപ്ഷൻ എ ഓർലോൺ, ഓപ്ഷൻ ബി PVC, ഓപ്ഷൻ സി ബേക്ക്ലൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഡാക്രോൺ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓർലോൺ അഥവാ അക്രിലാൻ എന്നറിയപ്പെടുന്ന പോളിമർ ആണിത് പോളിഅക്രിലോനൈട്രിൽ എന്ന് പറയുന്നത്. Next question, which of the following reagents can be used to oxidize primary alcohol to aldehyde? Primary alcoholsനെ aldehyde ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഏജൻസുകൾ ഏതാണ് അല്ലേ? അപ്പം ഇവിടെ ആൽക്കഹോൾ ആൽഡിഹൈഡ് ആകുക മീൻസ് ഓക്സിഡേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റിയേജൻസ് ദറ്റ് ഈസ് CrO3 in anhydrous medium, KMnO4 in acidic medium, pyridinium chlorochromate PCC, then heat in the presence of copper at 573 Kelvin. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. നമ്മൾ ഇവിടെ CrO3 അതായത് ആൽഡിഹൈഡിൻ്റെ നമ്മൾ ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആൽക്കഹോൾസ് പ്രൈമറി ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആൽഡിഹൈഡാണ് കിട്ടുന്നത്, ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ്. പക്ഷേ ഈ ആൽഡിഹൈഡ് വീണ്ടും നമ്മൾ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് ആസിഡായി മാറുന്നുണ്ട്. പക്ഷേ അത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ KMnO4 മാത്രമാണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ KMnO4 പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആസിഡാണ് കിട്ടുന്നത്. അതേസമയം CrO3 അൻഹൈഡ്രസ് മീഡിയത്തിലും അതുപോലെ പിരിഡീനിയം ക്ലോറോക്രോമേറ്റും അതുപോലെ കോപ്പർ ഇൻ 573 കെൽവിനും ഇത് മൂന്നും മൈൽഡ് കണ്ടീഷൻസ് ആണ്. മൈൽഡ് കണ്ടീഷൻസിൽ പ്രൈമറി ആൽക്കഹോൾസ് ആൽഡിഹൈഡ് ആയിട്ടാണ് ഓക്സിഡൈസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം 4ഉം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അനാൽജസിക്സ്? അനാൽജസിക്സിന് എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ എ റാനിറ്റിഡിൻ, ഓപ്ഷൻ ബി ആസ്പിരിൻ, ഓപ്ഷൻ സി പെനിസിലിൻ ആൻഡ് ഓപ്ഷൻ ഡി ബൈതയണൽ. കറക്റ്റ് ആൻസർ ആസ്പിരിൻ ആണ്. നമ്മൾ വേദന സംഹാരികളായിട്ട് യൂസ് ചെയ്യുന്ന ആസ്പിരിൻ ആണ്. റാനിറ്റിഡിൻ ഒരു ആൻറ്റാസിഡ് ആണ്, പെനിസിലിൻ ആൻറ്റിബയോട്ടിക് ആണ്, ബയോതയണൽ ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം കറസ്പോണ്ട്സ് ടു വിസിബിൾ റീജിയൻ. വിസിബിൾ റീജിയനിൽ കാണുന്ന ഹൈഡ്രജൻ്റെ നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ സീരീസിൽ വിസിബിൾ റീജിയനിൽ വരുന്ന സീരീസ് ഏതാണ്? ഓപ്ഷൻ എ ബാമർ സീരീസ്, ഓപ്ഷൻ ബി ലൈമാൻ സീരീസ്, ഓപ്ഷൻ സി പാഷൻ സീരീസ് ആൻഡ് ഓപ്ഷൻ ഡി ഫൺ സീരീസ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ബാമർ സീരീസ് ആണ്. ബാമർ സീരീസ് വിസിബിൾ റീജിയനിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കെമിസ്ട്രിയിൽ നിന്നുണ്ടായത്. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് ഇന്ന് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അതിൻ്റെ ആൻസേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ 79 വരെയല്ലേ നിർത്തിയത്. സോ 80ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് പെസ്റ്റ് ഈസ് കൺട്രോൾഡ് ബൈ CRY1AB ജീൻ ഓഫ് ബാസിലസ് തുറിഞ്ചിയൻസിസ്? ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ബയോടെക്നോളജിയുടെ 2ാമത്തെ ചാപ്റ്ററില്ലേ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ആ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു പോർഷനാണ്. ഇവിടെ CRY1AB ജീന് ഏത് പെസ്റ്റിനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനകത്ത് നമുക്ക് 2 പേരാണ് പ്രധാനമായിട്ട് വരുന്നത്. ആരാണ്? CRY1AB-യും പിന്നെ ബാസിലസ് തുറിഞ്ചിയൻസിസും. ബാസിലസ് തുറിഞ്ചിയൻസിസിനെ പറ്റി നമുക്കറിയാം, അതൊരു ബാക്ടീരിയ ആണ്. അതിനകത്ത് ചില ജീനുകളുണ്ട്. ആ ജീനുകൾ മീൻസ് അവർക്ക് എന്തിനു സഹായിക്കുന്നു? ചില പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സഹായകമാണ്. കാരണം ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്നത് അതിനകത്ത് ചില ടോക്സിൻസ് ഉണ്ട്. ടോക്സിൻസ് അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ചില ജീനുകളുണ്ട്. ഓക്കെ, സോ ആ ജീനിന്റെ പേരാണ് എന്ത്? CRY എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ് ചെയ്തത്? ഈ ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് ഈ CRY ജീനുകളെ നമ്മൾ വേർതിരിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചില പ്ലാന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ജീനുകളെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. സോ ആ പ്ലാന്റ്സിന് എന്ത് കിട്ടും? ആ ഒരു എന്താണ് ചില പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കിട്ടും. കാരണം ആ പെസ്റ്റുകൾ വന്ന് ഇത് കഴിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അത് വിഷമായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ അവരെന്ത് ചെയ്യും? അവർ ചത്തുപോകും. സോ അങ്ങനെ നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് 3 CRY ജീനുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. CRY1AC പറ്റി പറയുന്നുണ്ട്, അതുപോലെ CRY2AB പറ്റി പറയുന്നുണ്ട്, അതുപോലെ CRY1AB പറ്റിയിട്ടും പറയുന്നുണ്ട്. അപ്പൊ ഈ 3 നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് 1AC-യും 2AB-യും CRY1AC-യും CRY2AB-യും എന്തിനെയാണ്? അവര് കോട്ടൺ ബോൾവേമിനെയാണ് അവർ എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു പെസ്റ്റിനെയാണ് അവർ റെസിസ്റ്റ് ചെയ്യുന്നത്. കോട്ടൺ ബോൾവേം എന്ന് പറയുമ്പോൾ കോട്ടണിൽ
മീൻസ് കഴിക്കുന്ന ചില പുഴുക്കളാണ്. ഓക്കെ, സോ Cry1AB അത് എടുത്ത ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അത് ഏതിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഏത് പെസ്റ്റിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ചോളത്തിനെയൊക്കെ കഴിക്കുന്ന ചില പുഴുക്കളുണ്ട്. ഓക്കെ, ഇവിടെ ചോളമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേര് ഏതാണ്? അത് കോൺ ബോറർ ആണ്. ഓക്കെ, ചോളത്തിനെ കഴിക്കുന്ന ചില പുഴുക്കളുണ്ട്, ആ പുഴുക്കളുടെ പേരാണ് കോൺ ബോറർ. ആ പുഴുക്കളെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആ ചെടികൾക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അകത്ത് വെച്ചു കൊടുത്ത ജീനിന്റെ പേരാണ് Cry1AB. മറക്കരുത്, Cry1AB. ഈ മൂന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും പഠിക്കണം. ഓക്കെ, സോ നമ്മളിപ്പം എക്സാം കഴിഞ്ഞല്ലോ, മീൻസ് ഓർത്ത് വയ്ക്കുക, അടുത്ത എക്സാമുകൾക്ക് നമുക്ക് ഉപയോഗം വരും. ഓക്കെ, സോ നെയിം ദ ന്യൂ ബ്രീഡ് ഓഫ് ഷീപ്പ് പ്രൊഡ്യൂസ്ഡ് ഇൻ പഞ്ചാബ് ബൈ ക്രോസിംഗ് ബിക്കാനറി ഈവ്സ് ആൻഡ് മറീനോ റാംസ്. ഇത് നമ്മുടെ സ്ട്രാറ്റജീസ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ആ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് NCERT ടെക്സ്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്രോസ് ബ്രീഡിങ്ങിന്റെ ആ ഭാഗത്ത് ഇത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പഞ്ചാബിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത, ക്രോസ് ബ്രീഡിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്ത പുതിയ ഇനം ഷീപ്പ് ചെമ്മരിയാട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ക്രോസ് ചെയ്ത രണ്ടെണ്ണം ഏതൊക്കെയാണ്? ബിക്കാനറി ഈവ്സും മറീനോ റാംസും ആണ്. ഓക്കെ, ഇത് രണ്ടും ചെമ്മരിയാടുകളുടെ തന്നെ രണ്ട് വിഭാഗങ്ങളാണ്. സോ ഇവയിലെ ആണും പെണ്ണും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തപ്പം അവർ കണ്ടുപിടിച്ചത് എന്താണ്? ബിക്കാനറി ഈവ്സിന്റെ ആൺ ചെമ്മരിയാടുകളും മറീനോ റാംസിന്റെ ആൺ ചെമ്മരിയാടുകളും ബിക്കാനറി ഈവ്സിന്റെ പെൺ ചെമ്മരിയാടുകളും തമ്മിൽ ക്രോസ് ചെയ്തപ്പോഴാണ് നല്ല വൂൾ പ്രൊഡക്ഷൻ ഉള്ള ഒരു ബ്രീഡിനെ നമുക്ക് കിട്ടിയത്, ഒരു ക്രോസ് ബ്രീഡിനെ നമുക്ക് കിട്ടിയത്. സോ അവരതിന് പേരിട്ടു, എന്തായിരിക്കും? ഹിസാർഡെയിൽ എന്നാണ് അവരതിന് പേരിട്ടത്. ഓക്കെ, സോ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. ഹിസാർഡെയിൽ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് പഞ്ചാബിൽ പുതുതായിട്ട് ഈ ഒരു ബിക്കാനറി ഈവ്സ് ആൻഡ് മറീനോ റാംസിനെ ബ്രീഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഓക്കെ, സോ ഈ നെല്ലോർ, ബാക്കി ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നെല്ലോർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പൊക്കം കൂടിയ ഷീപ്പാണ്. ഓക്കെ, ഷീപ്പ് ഇനമാണ് നെല്ലോർ എന്ന് പറയുന്നത്. ഓക്കെ, ഹിസാർഡെയിൽ നമ്മൾ പറഞ്ഞു. മർവാരി എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് ബ്രീഡാണ്, ഷീപ്പാണ്, നോർത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. പിന്നെ മെച്ചേരി എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ, സേലം, തമിഴ്നാട്ടിലെ സേലം ആ ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്ന ചില ഇനം ചെമ്മരിയാടുകളാണ് മെച്ചേരി എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? ഹിസാർഡെയിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റെപ്പ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഡീകമ്പോസിഷൻ? ഈ തന്നിരിക്കുന്നതിൽ ഡീകമ്പോസിഷനുമായിട്ട് ബന്ധപ്പെടാത്ത സ്റ്റെപ്പ് ഏതെന്നാണ്. ഇതൊക്കെ നമുക്ക് ചെറിയൊരു കോമൺ സെൻസ് ഉപയോഗിച്ചൊക്കെ കുറച്ചൊരു ലോജിക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ്. ഇപ്പൊ ഡീകമ്പോസിഷൻ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക. നമ്മുടെ വരമ്പത്തൊക്കെ അല്ലെങ്കിൽ മീൻസ് നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊക്കെ ഇലകൾ വീഴാറുണ്ട്. ഈ ഇലകൾ കുറെ നാൾ കഴിയുമ്പോൾ എന്താണ്? അഴുകി മണ്ണിനോട് അലിഞ്ഞു ചേരാറുണ്ട്. സോ നമുക്ക് ഒന്ന് തന്നെ ഊഹിക്കാം, ഈ ഇലകൾ ഇങ്ങനെ വീഴുമ്പോൾ ആദ്യം അവരെന്ത് പറ്റും? അവരിങ്ങനെ കീറിപ്പറഞ്ഞ് പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ പോവും. ഓക്കെ, അവർ കീറിപ്പറഞ്ഞ് അവർ ചെറിയ ചെറിയ പീസുകളായിട്ട് മാറും. അതായത് അവിടെ ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ ഇലകളിൽ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ വീണ് അവരിൽ അരിപ്പ പോലെയൊക്കെ ആവും. അതായത് അതെന്താണ്? മണ്ണിൽ കുറേയൊക്കെ എന്ത് പറ്റിയിരിക്കുന്നു? അത് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതായത് മണ്ണിലേക്ക് ചില ഇനോർഗാനിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, അതിനകത്തുള്ള ചില ന്യൂട്രിയൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നു, മണ്ണ് അതിനെ വലിച്ചെടുത്തു. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ലീച്ചിങ്. ഓക്കെ, ഇനി ബാക്കി വരുന്ന ചില ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളുണ്ട്. ഇപ്പൊ സ്റ്റാർച്ച് ഒക്കെ പോലെ, അല്ലെങ്കിൽ സൂക്രോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഒക്കെ പോലെ. ഇതിനെ നമ്മൾ ചിലപ്പം ബ്രേക്ക് ഡൗൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പോലെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇനോർഗാനിക് മോളിക്യൂൾസ് ആയിട്ട് നമ്മൾ അതിനെ മാറ്റും. ഓക്കെ, അതിന് ഇങ്ങനെ ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയിട്ട് നമ്മൾ അതിനെ മാറ്റും. അതിനെയാണ് നമ്മൾ കാറ്റബോളിസം എന്ന് പറയുന്നത്. കാറ്റ് ആൻഡ് ആൻ. അനബോളിസം എന്ന് പറഞ്ഞാൽ ചെറിയ മോളിക്യൂൾസ് ചേർന്ന് വലിയ വലിയ മോളിക്യൂൾ ഉണ്ടാവുക. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ മോളിക്യൂളിനെ നമ്മൾ ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയിട്ട് മാറ്റുക. സോ അവിടെ കാറ്റബോളിസം എന്നൊരു സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ എന്താണ്? ഹ്യൂമിഫിക്കേഷൻ, അതായത് മണ്ണിൽ പിന്നീട് അലിഞ്ഞു ചേർന്ന് വളമാവുക, ആ ഒരു പ്രോസസ്സിലേക്ക് പോകും. സോ നമുക്ക് ഇവിടെ ഒരു തരത്തിലും വരാത്ത ഒരു സ്റ്റെപ്പ് ഏതാണ്? സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെയറുകളാക്കുക. നമ്മൾ ഈ എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ നടത്തിയ റോക്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? സ്ട്രാറ്റിഫൈഡ് റോക്സ്, ഇങ്ങനെ പല ലെയറുകളായിട്ടൊക്കെ ഉള്ള. സോ ഇവിടെ ആക്ച്വലി ഡീകമ്പോസിഷനിൽ എന്ത് വരുന്നില്ല? ഒരു ലെയറിങ്ങിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു ആവശ്യം എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? അത് സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ എൻസൈം യൂസ്ഡ് ടു ബ്രേക്ക് ദി ബാക്ടീരിയൽ സെൽ ഫോർ DNA ഐസൊലേഷൻ. സോ നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്യണം. DNA എവിടെയാണ്? സെല്ലിന്റെ അകത്തിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ എന്താണ്
യൂകാരിയോട്സിൽ വലിയ വലിയ ഓർഗാനിസങ്ങളിലാണെങ്കിലോ സെല്ലിനകത്ത് പിന്നെ ഒരു ന്യൂക്ലിയസിനകത്താണ് നമ്മുടെ DNA ഇരിക്കുന്നത്. എന്നാൽ ബാക്ടീരിയ ഒക്കെ പോലെയുള്ള ആൾക്കാർക്ക് ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ പിന്നെ നമ്മുടെ ഈ സെല്ലിനകത്ത് ഈ മുട്ടയ്ക്കകത്ത് മഞ്ഞക്കുരു കിടക്കുന്നത് പോലെ എന്താണ് സെല്ലിനകത്ത് എന്ത് ചെയ്യണം, DNA ഒക്കെ ഇങ്ങനെ അകത്ത് കിടക്കുകയാണ്. സോ പക്ഷേ നമുക്ക് വെറുതെ DNA ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല, നമുക്ക് സെൽ വാൾ ബ്രേക്ക് ചെയ്യണം. സോ അത്രയും ഹാർഡായിട്ടുള്ള സെൽ വാളുകളാണ് ഇവർക്കൊക്കെ ഉള്ളത്. സോ നമ്മൾ പലതരത്തിലുള്ള എൻസൈംസ് ആണ് പലതിനും ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ബാക്ടീരിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ആരാണ്, നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. പെക്റ്റിനേസ് എന്ന് പറഞ്ഞാൽ, ഏസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻസൈം എന്നാണ് അർത്ഥം. ഓക്കെ, ഏസ് കണ്ട അപ്പോഴും ആലോചിച്ചോളണം, ബയോളജിയിൽ അത് എൻസൈമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പെക്റ്റിനേസ് എന്ന് പറഞ്ഞാൽ പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ ഏസ്, അതായത് ലൈസ് ചെയ്യുന്ന ആളാണ്. പെക്റ്റിൻ എല്ലാ ഓർഗാനിസങ്ങളിലൊന്നുമല്ല, ചില ഓർഗാനിസങ്ങളുടെ ഒരു സെൽവാളിൽ കാണപ്പെടുന്ന ആളാണ്, എന്തായാലും ബാക്ടീരിയ അല്ല. ഓക്കെ, സോ പെക്റ്റിനേസ് അല്ല. പിന്നെ കൈറ്റിനേസ് ആണ്. കൈറ്റിൻ എന്ന് പറയുന്നത് ഫംഗസിന്റെ സെൽവാളിലുള്ള ആളാണ്, ഒരു കോമ്പൗണ്ടാണ്. ആ കൈറ്റിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈറ്റിനേസ് ഉപയോഗിക്കുന്നത്. സോ കൈറ്റിനേസും അല്ല. പിന്നെ ഉള്ളത് സെല്ലുലേസ് ആണ്. സെല്ലുലോസ് നമുക്കറിയാം കൂടുതലായിട്ട് കാണപ്പെടുന്നത് പ്ലാന്റിന്റെ സെൽവാളിലാണ് അല്ലേ. സോ പ്ലാന്റിന്റെ സെൽവാളിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് സെല്ലുലേസ്. സോ ഇവിടെ പ്ലാന്റ് അല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്, അപ്പൊ അതുമല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്ന ബാക്ടീരിയ ആണ്. സോ ബാക്ടീരിയയുടെ സെൽവാളിനെ ബ്രേക്ക് ചെയ്യുന്ന ആളാരാണ്, ലൈസോസൈം ആണ്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദി പാർട്ട് ഓഫ് ദി ഗൈഡ് ദാറ്റ് ഗൈഡ് ദി എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു ദി എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിലേക്ക് ഈ പോളൻ ട്യൂബിനെ ഇങ്ങനെ എൻട്രി ചെയ്യുന്നത് നമുക്കറിയാലോ. പോളൻ ട്യൂബ് ഇങ്ങനെ വരികയാണ്, ഈ പോളൻ ട്യൂബ് ഇങ്ങനെ വന്നിട്ട് നേരെ ഈ എഗ്ഗ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് ഇവിടെ ഉണ്ട്, എഗ്ഗ് അല്ല എംബ്രിയോ സാക്ക്. ഈ എംബ്രിയോ സാക്കിലേക്ക് ഇവിടെ കയറുമ്പോൾ ഈ ഭാഗത്തുള്ളത് ആരാണ്, ആ മൈക്രോപൈലാർ റീജിയനിലുള്ളത് ആരാണ്, മൈക്രോപൈലാർ റീജിയനിൽ ആദ്യമുള്ളത് ആരാണ്, ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ഫിലിഫോം അപ്പാരറ്റസ് ആണ് വരൂ എന്ന് പറഞ്ഞ് പോളൻ ട്യൂബ്സിനെ എങ്ങോട്ടേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്ന, ഈ എംബ്രിയോ സാക്കിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ ഇവിടെ മൈക്രോസെൽ റീജിയൻ ആണ്. ഈ ചെലാസെൽ റീജിയനിലുള്ള ആളാണ് ആര്, ഈ ആന്റിപോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, എഗ്ഗും അവിടെ സൈനർജിഡ് ആണ്. പിന്നെ ഇവിടെ ഉള്ളത് ഈ പറഞ്ഞ മൈക്രോറൈസൽ റീജിയനിൽ ഈ ഫിലിഫോം അപ്പാരറ്റസിന്റെ മേലെ ഉള്ളത്. സോ ഇവിടുത്തെ ആൻസർ എന്താണ്, ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ഓക്കെ, ഫിലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഈ നാല് പോലെ എന്നതാണ്. അപ്പൊ ഈ നാല് പോലെയുള്ള ആൾക്കാരാണ് ഇങ്ങനെ വലിച്ചെടുക്കുന്നു, പോളൻ ട്യൂബിനെ ഇങ്ങനെ വലിച്ചിങ്ങോട്ടേക്ക് കയറ്റുന്നു, അങ്ങനെ വല്ലത് ഓർത്തിരുന്നാണ്. സോ ഇവിടുത്തെ ആൻസർ ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എലിയോപ്ലാസ്റ്റ്, അമൈലോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പ്ലാസ്റ്റ് എന്താണ്, പ്ലാസ്റ്റിഡുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് പ്ലാന്റ് സെല്ലിനകത്ത് ഇങ്ങനെ ഓരോന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓർഗനലല്ലേ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. സോ ആ പ്ലാസ്റ്റിഡ് പലതരത്തിലുണ്ട്, പലതരത്തിലുള്ള കോമ്പൗണ്ടുകളെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. സോ അതിനനുസരിച്ചിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, പേര് വീഴുന്നത്. ഇലിയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സില്ലൊന്നും അല്ല, ഇവിടെ ഓയിലാണ്, സ്റ്റോർ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാറ്റ് എന്ന ബയോമോളിക്യൂളിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആരാണ്, ഇലിയോപ്ലാസ്റ്റ് ആണ്. അത് കറക്റ്റ് ആൻസർ ആണ്. അമൈലോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർച്ചിനെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ കരോട്ടിനോയിഡ് ആണ് കൊടുത്തിരിക്കുന്നത്. കരോട്ടിനോയിഡിനെ സ്റ്റോർ ചെയ്യുന്ന ആരാണ്, ക്രോമോപ്ലാസ്റ്റ് ആണ്. ക്രോമോപ്ലാസ്റ്റ് അല്ലേ. സോ ഇവിടെ കരോട്ടിനോയിഡിനെ സ്റ്റോർ ചെയ്യുന്നത് അമൈലോപ്ലാസ്റ്റ് അല്ല. സോ ഈ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. ഓക്കെ, അമൈലോപ്ലാസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് എന്തിനാണ്, സ്റ്റാർച്ചിനെയാണ്. അല്യൂറോപ്ലാസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് എന്തിനാണ്, അത് പ്രോട്ടീനാണ്. സോ ഈ സ്റ്റെപ്പും അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എന്താണ്, ശരിയാണ്. സോ 1ഉം 3ഉം ഇവിടെ ശരിയാണ്. സോ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, പിന്നെ സിംഗിൾ കോട്ടിലെഡോൺ പ്രസന്റ് ഇൻ മെയ്സ് സീഡ് ഈസ് കാൾഡ്. നമുക്ക് അറിയാവുന്ന ഒരു ആൻസർ ആണ്. കോട്ടിലെഡോണിന്റെ ഒരു പിക്ചർ നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ സിംഗിൾ കോട്ടിലെഡോൺ മെയ്സ് സീഡിലുള്ള അല്ലെങ്കിൽ മോണോകോട്ടിലെഡോൺസിലുള്ള ആ ഒരു സിംഗിൾ കോട്ടിലെഡോണിന്റെ പേരെന്താണ്, സ്ക്യൂട്ടലം. ഓക്കെ, സോ സ്ക്യൂട്ടലമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ക്ലാസ് ഓഫ് സാറ്റലൈറ്റ് DNA ഈസ് സ്പെസിഫിക്കലി യൂസ്ഡ് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. DNA ഫിംഗർ പ്രിന്റിംഗ് നമ്മുടെ +2 ബയോടെക്നോളജിയിൽ തന്നെ വരുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന, ബയോടെക്നോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മീൻസ് ഒരു സെഷനാണ്. അല്ലെ, DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, DNA നമ്മൾ ഫിംഗർ പ്രിന്റ് പോലെ ഉപയോഗിക്കുന്നു. അതായത് ഓരോ ആൾക്കാരെയും വ്യത്യസ്തരായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഫിംഗർ പ്രിന്റ് എങ്ങനെയാണോ അതുപോലെ DNAയും നമുക്ക് ഉപയോഗിക്കാം. എന്നിങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. DNA നമുക്ക് ഏകദേശം എല്ലാവർക്കും സെയിം അല്ലേ, 99.999% നമുക്ക് എല്ലാവർക്കും സെയിം ആണ്.
പക്ഷെ എന്നാലും ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. എന്നെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ നിങ്ങളെയൊക്കെ വ്യത്യസ്തരാക്കുന്ന ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് ഈ DNA ചില റിപ്പീറ്റുകളുണ്ട്. ഇപ്പൊ ATGC എന്നുള്ള ആ ഒരു 4 ന്യൂക്ലിയോറ്റൈഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ചില ഭാഗങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെയായിരിക്കും ഈ ATGC എന്ന് പറഞ്ഞ ഭാഗം വരുന്നത്. പക്ഷെ അവിടെ വ്യത്യാസം വരുന്നത് എനിക്ക് ചിലപ്പോൾ ആ ഒരു ATGC എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 10 റിപ്പീറ്റ് ആയിരിക്കും ഉള്ളത്. നിങ്ങൾക്കോ, നിങ്ങളിൽ ഒരാളെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ 15 റിപ്പീറ്റ് ആയിരിക്കും. ഇത് ചിലപ്പോൾ നമുക്ക് ഒരേപോലെയൊക്കെ വരും ചില സ്ഥലങ്ങളിൽ. ഇതുപോലത്തെ ലക്ഷക്കണക്കിന് സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാൾക്കാർക്ക് ഒരിക്കലും ഈ പറഞ്ഞ സെയിം ഒരേപോലെ എല്ലായിടത്തും ഈ റിപ്പീറ്റുകളുടെ എണ്ണം വരത്തില്ല. എവിടെയെങ്കിലുമൊക്കെ എന്തുണ്ട്, വ്യത്യാസം വരും. അപ്പം നമ്മൾ ചില പ്രധാനപ്പെട്ട ഈ ഒരു വ്യത്യാസങ്ങൾ കാണിക്കുന്ന ഒരു 10-13 സൈറ്റുകൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആ സൈറ്റ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോരുത്തരെ നോക്കുന്നത്, ആരിങ്ങനെ മാച്ചിങ് ആവും, ആര് മാച്ചിങ് ആവും. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ക്രൈം സീനിൽ നിന്ന് ഒരു സാമ്പിൾ കിട്ടി, ആ സാമ്പിൾ നമുക്ക് സംശയമുള്ള ആൾക്കാരുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാം. അപ്പം സെയിം റിസൾട്ട് കിട്ടുന്ന ആളാരാണ്, അപ്പോൾ അയാളാണ് അത് കള്ളൻ അല്ലെ കൊലപാതകി. ഇനി അതല്ല നമുക്ക് പെറ്റേണിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു കുഞ്ഞിന്റെ പേരിൽ ആൾക്കാർ തമ്മിൽ അത് മെറ്റേണിറ്റിയോ അച്ഛനും അമ്മയും തമ്മിലൊരു ഇതുണ്ട്, ആരാണ് അച്ഛൻ എന്നുള്ള ഒരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പെറ്റേണിറ്റി ടെസ്റ്റ് നമുക്ക് ചെയ്യാം. സോ അവിടെ എല്ലാം നമ്മൾ മെയിൻ ആയിട്ട് DNA ഉപയോഗിക്കുന്നത് VNTR ആണ്, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. ടാൻഡം റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ്, ടാൻഡം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത്, അതായത് അടുത്തടുത്തുള്ള റിപ്പീറ്റ്. എന്തിന്റെ റിപ്പീറ്റ് ആണ്? നമ്മുടെ ഈ പറഞ്ഞ ചെറിയ ആ ഒരു ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസിന്റെ, ഇപ്പൊ ATGC എന്ന് പറഞ്ഞ ആ 4 ആ സീക്വൻസ്, ഞാൻ ഒരു ഉദാഹരണമാണ് ATGC എന്ന് പറഞ്ഞത്. ഓക്കെ, സോ അതിന്റെ ടാൻഡം റിപ്പീറ്റുകൾ, ഓക്കെ, പലതരത്തിലുള്ള അടുത്തടുത്തുള്ള റിപ്പീറ്റുകളുണ്ട്. അതിന്റെ വേരിയബിൾ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പറിൽ വരുന്ന വ്യത്യാസം, അത് എനിക്ക് നിങ്ങൾക്കും ഈ നമ്പറിൽ വ്യത്യാസം വരും. സോ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, DNA ഫിംഗർ പ്രിന്റിങ് കണ്ടെത്തുന്നത്. സോ ഇവിടെ VNTRന്റെ മറ്റൊരു പേരെന്താണ്, അത് മിനി സാറ്റലൈറ്റ് എന്നാണ്. ഓക്കെ, മിനി സാറ്റലൈറ്റ് എന്നാണ്. സോ മിനി സാറ്റലൈറ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് DNA ഫിംഗർ പ്രിന്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, മൈക്രോ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരെണ്ണമാണ്, അത് STR എന്ന് പറയും. നമുക്കിപ്പോൾ അത് പറയണ്ട. VNTRന്റെ മറ്റൊരു പേരാണ് മിനി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വിച്ച് ക്യാരക്ടറിസ്റ്റിക് ഈസ് നോട്ട് ടിപ്പിക്കൽ ഓഫ് ക്യാൻസർ സെൽസ്? ക്യാൻസർ സെല്ലിന്റെ പ്രധാനപ്പെട്ട ഒരു യോഗ്യത അല്ലാത്തത് ഏതാണ്? നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് വായിച്ചു നോക്കാം. ഇത് കുറച്ചൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ കൺട്രോളിലല്ല, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അല്ലേ ക്യാൻസർ സെല്ലിന്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്, അൺകൺട്രോളബിൾ ആയിട്ട് സെല്ല് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ലോസ് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ, അതായത് നമ്മളിങ്ങനെ പറയില്ലേ, അതായത് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ആളിൽ നമുക്കിങ്ങനെ നീങ്ങി പോവുകയാണ്, നമ്മൾ അടുത്ത ആളിനെ തട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ ഇരിക്കും അല്ലേ, പിന്നീട് നമ്മൾ നീങ്ങി പോവില്ല. കാരണം എന്താണ്, അത് അയാളുടെ സ്പേസ് ആണ്, അതിലേക്ക് നമ്മൾ ഇടിച്ചു കയറാൻ പാടില്ല. സോ അത് തന്നെയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. നമ്മുടെ സെല്ലുകളും ഇതുപോലെ തന്നെയാണ്, തൊട്ടടുത്ത് അവർക്ക് വളരാൻ പറ്റുന്ന സ്പേസിൽ അവരിങ്ങനെ വളരും. എന്നാൽ അടുത്ത സെല്ലുകളെ ഇങ്ങനെ തട്ടുന്ന സമയത്ത് അവരുടെ സെൽ ഡിവിഷൻ അവിടെ നിർത്തും. കാരണം അതാണ് എൻ്റെ പോയിന്റ്, ഇനി അതിൻ്റെ അപ്പുറം നമുക്ക് സ്പേസ് ഇല്ല എന്ന് അവർക്ക് അറിയാം. അതാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. എന്നാൽ ക്യാൻസർ വരുമ്പോൾ ഈ സെല്ലുകൾക്കൊക്കെ ഭ്രാന്താവും, അവർ ഈ ഒരു കോണ്ടാക്ട് ഇൻഹിബിഷൻ അങ്ങ് മറക്കും, അവർ പിന്നെയും വളർന്നുകൊണ്ടേയിരിക്കും. സോ അവിടെ ഈ കോണ്ടാക്ട് ഇൻഹിബിഷൻ അവർക്ക് നഷ്ടപ്പെടുകയാണ്. സോ ലോസ് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ, അത് ക്യാൻസർ സെല്ലിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഫോർമേഷൻ ഓഫ് ബിനൈൻ ട്യൂമേഴ്സ് ഒള്ളി. ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്യൂമേഴ്സ് 2 തരം ഉണ്ടല്ലോ, ബിനൈനും ഉണ്ട് മാലിഗ്നന്റും ഉണ്ട്. ബിനൈൻ എന്ന് പറയുമ്പോൾ ബിനൈൻ എന്നൊക്കെ പറയുന്ന പോലെ അതങ്ങനെ അടങ്ങിയിരിക്കുള്ളൂ, അത് നമുക്ക് ശല്യമില്ല, ചെറിയ ചില വളർച്ചയൊക്കെ ഉണ്ടാവും, നമ്മുടെ ശരീരത്തിലും പല സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ചെറിയൊരു ഗ്രോത്ത് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും, അത് അങ്ങനെ അങ്ങ് ഇരിക്കും, പിന്നീട് അത് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. നമ്മുടെ ആരോഗ്യത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു ക്യാൻസർ ആയിട്ട് അത് മാറില്ല. സോ അതിനാണ് ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് ബിനൈൻ ട്യൂമർ ഒള്ളി, ബിനൈൻ ട്യൂമർ മാത്രമേ ഫോം ചെയ്യൂ, അത് ക്യാൻസറിന്റെ ഒരു ക്യാരക്ടർ ആണോ? അല്ല, ഒരിക്കലും അല്ല. സോ ഇതല്ല അതിന്റെ ക്യാരക്ടർ. എബിലിറ്റി ടു ഇൻവേഡ് സറൗണ്ടിങ് ടിഷ്യൂസ് അല്ലേ, നമുക്കറിയാം ഒരു മെറ്റാജനസിസ് അല്ലെ മെറ്റാസ്റ്റാസ് എന്നൊരു പ്രക്രിയ ഉണ്ട്. അതായത് നമുക്ക് ഒരിടത്ത് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് പടർന്ന് മറ്റു പല ഭാഗങ്ങളിലേക്ക് പോകും. ഓക്കെ, സോ അങ്ങനെ ഒരു പ്രോസസ്സ് അല്ലെ ക്യാരക്ടർ ആർക്കുണ്ട്, ക്യാൻസർ സെൽസിനുണ്ട്. സോ ഇത് അവരുടെ ഒരു ക്യാരക്ടറാണ്. ഇവിടെ അല്ലാത്ത ക്യാരക്ടർ ഏതാണ്, ഫോർമേഷൻ ഓഫ് ബിനൈൻ ട്യൂമേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഏത് ഫൈലക്കാണ് റേഡിയൽ സിമെട്രി ഉള്ളത്? റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇങ്ങനെ 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 എങ്ങനെയൊക്കെ കട്ട് ചെയ്താലും അത് ഈക്വൽ ഹാഫ് ആയിട്ട് നമുക്ക് കിട്ടും. ഏത് ആംഗിളിൽ ഇങ്ങനെയാണെങ്കിലും ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മളൊരു മണ്ണര എടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് പപ്പാതി കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്താലും അത് മറ്റേ 8ന്റെ പകുതി 3 0 എന്ന് ചോദിക്കും പോലെയാണ്. ബട്ട് നമുക്ക് എല്ലാ ആംഗിളിലും ഈക്വൽ പോർഷൻസ് എന്ത് ചെയ്യില്ല, കിട്ടില്ല. സോ അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ആംഗിളിൽ മാത്രം കട്ട് ചെയ്യുമ്പോൾ 2 ഈക്വൽ പാർട്ട് കിട്ടുന്നതിനെ നമ്മൾ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയും. എന്നാൽ ഏത് ആംഗിളിൽ കട്ട് ചെയ്താലും ഈക്വൽ പാർട്ട് കിട്ടുന്നതിനെ നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് പറയും. ഇവിടെ പോറിഫെറ എന്ന് പറയുന്ന സ്പോഞ്ചസിന്റെ ഫൈലമാണ്. അവർ ഒരിക്കലും അല്ല, അവര് സിമെട്രി ഇല്ലല്ലോ. പിന്നെ സീലൻഡ്രൈറ്റ്, അതായത് നിഡേറിയ, നമ്മുടെ ജെല്ലി ഫിഷ് ഒക്കെ വരുന്ന അവരെങ്ങനെ റേഡിയൽ സിമെട്രി അല്ലേ? ജെല്ലി ഫിഷ് റേഡിയൽ സിമെട്രി ആണ്. സോ സീലൻഡ്രൈറ്റ് ആണ്. അനലിഡ എന്ന് പറയുന്ന മണ്ണര, അവര് റേഡിയൽ സിമെട്രി അല്ല, അവര് ബൈലാറ്ററൽ സിമെട്രി ആണ്. മൊളസ്ക് എന്ന് പറയുന്നത് നമ്മുടെ നത്തക്കയൊക്കെ വരുന്ന ഫൈലം. സോ അതും എന്തല്ല, റേഡിയൽ സിമെട്രി അല്ല. സോ ഇവിടെ കറക്റ്റ് ആൻസർ സീലൻഡ്രൈറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് സിനോവിയൽ ജോയിന്റ് അലോസ് ഫോർ ദി റൊട്ടേഷണൽ മൂവ്മെന്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് വെർട്ടിബ്രേ? അറ്റ്ലസ് ആൻഡ് ആക്സിസ് വെർട്ടിബ്രേ എന്ന് പറയുന്നത് നമ്മുടെ ഈ കഴുത്തിന് താഴെ, കഴുത്തിനെയും നമ്മുടെ തലയോട്ടി ബന്ധിപ്പിക്കുന്ന ആ ഒരു വെർട്ടിബ്രയുടെ ഭാഗമാണ് അറ്റ്ലസും ആക്സിസും ഒക്കെ വരുന്നത്. സോ അവിടെ ഉള്ള ജോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് റൊട്ടേഷനെ സഹായിക്കുന്ന പൈവറ്റ് ജോയിന്റ് ആണ്. അതായത് ഒരിടത്ത് ഇങ്ങനെ പോയിന്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സാധനം കറക്കുകയാണെന്ന് വിചാരിക്കുക. അതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലേ? അങ്ങനെ ഒരു ആംഗിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അതിന് ഇങ്ങനെ കറങ്ങാൻ പറ്റില്ല. അതിന് നമ്മൾ ഇങ്ങനെ വെച്ച് കറക്കണം. സോ നമ്മളൊരു പോയിന്റിൽ, ഒരു പൈവറ്റ്, ഒരു കൊളുത്തിൽ അല്ലെങ്കിൽ ഒരു കുറ്റിയിൽ തറച്ചിട്ട് നമ്മളിങ്ങനെ കറക്കുമ്പോൾ എത്രത്തോളം കറങ്ങാൻ പറ്റും? ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ കഴുത്ത് അങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ കൈ അനക്കും പോലെ ഇങ്ങനെയും ഒന്നും അനക്കാൻ പറ്റില്ലല്ലോ. സോ ആ ആംഗിളിന്റെ അല്ലെങ്കിൽ ആ ജോയിന്റിന്റെ പേരെന്താണ്? പൈവറ്റ് ജോയിന്റ് ആണ്. ആക്സിസ് അറ്റ്ലസും വരുന്ന കഴുത്തിലെ ജോയിന്റ് ഏതാണ്? പൈവറ്റ് ജോയിന്റ് ആണ്. ഹിഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മളെ ഈ വിജാഗിരിയൊക്കെ പോലെ. ബോൾ ആൻഡ് സോക്കറ്റ് നമ്മുടെ കൈയുടെ ഇവിടെ ഉള്ളത്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരിക്കാം. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ പൈവറ്റ് ജോയിന്റ് ആണ്. ഫൈൻ. പിന്നെ ADH ബ്ലഡ് വെസൽസിലും കിഡ്നിയിലും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഈ ക്വസ്റ്റ്യൻ. ADH എന്ന് പറയുമ്പോൾ ആന്റി ഡയറോട്ടിക് ഹോർമോൺ ആണ്. സോ അവർ ചെയ്യുന്നത് എന്താണ്? അവർ വാസോപ്രസിൻ എന്ന് അവർക്ക് ഒരു പേരുണ്ട് അല്ലേ? പ്രസ് ചെയ്യുക. അതായത് ബ്ലഡ് വെസൽസിന് എന്ത് ചെയ്യുകയാണ്? അവർ പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? ചുരുക്കുക, കൺസ്ട്രിക്റ്റ് ചെയ്യുക. കൺസ്ട്രിക്റ്റ് ആവുമ്പോൾ എന്ത് പറ്റും? ബ്ലഡ് വെസൽസിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ നമ്മൾ ഒരിടത്ത് കൺസ്ട്രിക്റ്റ് ആവാണ്, ഇങ്ങനെ പിടിക്കുമ്പോൾ, ചുരുങ്ങുമ്പോൾ എന്ത് പറ്റും? ബ്ലഡ് അങ്ങോട്ടേക്ക് തള്ളും. അതായത് ബ്ലഡിന്റെ പ്രഷർ കൂടും. സോ ഇവിടെ വാസോ കൺസ്ട്രിക്ഷൻ നടക്കും. ADH ബ്ലഡ് വെസലിൽ എന്ത് പറ്റും? കൺസ്ട്രിക്ഷൻ, ചുരുക്കും. സോ അപ്പൊ എന്ത് പറ്റും? ബ്ലഡ് പ്രഷർ കൂടും. സോ നമ്മളിങ്ങനെ ഒരു തുണിയിൽ കുറച്ച് ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? അതിൽ കൂടെ പെട്ടെന്ന് ആ ജ്യൂസ് ഫിൽട്ടർ ഔട്ട് ആയിട്ട് പുറത്തേക്ക് പോകും അല്ലേ? സോ നമ്മളെ ഈ ബ്ലഡ് വെസല് പ്രഷർ കൊടുക്കുമ്പോൾ ബ്ലഡ് വെസലിനെ ഇങ്ങനെ ചുരുക്കുകയാണ്. സോ പ്രഷർ കൂടുകയാണ്. കിഡ്നി ഈ ഒരു ഫിൽട്ടർ പോലെ ആക്ട് ചെയ്യുകയാണ്. സോ കിഡ്നിയിൽ കൂടെ ഈ പറഞ്ഞ ഫിൽട്രേഷൻ റേറ്റ് എന്ത് സംഭവിക്കും? കൂടും. ഓക്കെ, സോ ഇവിടെ അങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? വാസോ കൺസ്ട്രിക്ഷൻ ഇൻക്രീസസ് ബ്ലഡ് പ്രഷർ ആൻഡ് GFR. സോ ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇനി ഇൻ വിച്ച് മെത്തേഡ് ഇൻ ദി ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ ട്രാൻസ്ഫേർഡ് ഇൻ ടു ദി ഫലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ? പലതരത്തിലുള്ള ആർട്ടിഫിഷ്യലി നമ്മളിങ്ങനെ ഒരാളെ പ്രഗ്നൻസി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഗ്നന്റ് ആക്കുന്ന പല മെത്തേഡുകളും ഉണ്ട് അല്ലേ? ആർട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ആർട്ട്. സോ ആർട്ടിനകത്ത് വരുന്ന പലതരത്തിലുള്ള മെത്തേഡുകളും ഉണ്ട്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരാളിൽ നിന്ന് സ്പേം എടുത്തിട്ട് നമ്മുടെ ദശരഥ സിനിമയിൽ മോഹൻലാൽ ചെയ്യത്തില്ല, അതുപോലെ ഒരാളുടെ സ്പേം എടുത്തിട്ട് നമുക്കൊരു ഡോണറായിട്ടുള്ള ഒരാളുണ്ടാവും, അയാളുടെ ഓപത്തിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ആർട്ടിഫിഷ്യലി. ഓക്കെ, സോ അതിനാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്താണ്? നമ്മൾ ഒരാളിൽ നിന്ന് സ്പേമും കളക്ട് ചെയ്തു, ഒരു സ്ത്രീയിൽ നിന്ന് ഓവവും കളക്ട് ചെയ്തു, എന്നിട്ട് ലബോറട്ടറി കണ്ടീഷൻസിൽ ലബോറട്ടറി കണ്ടീഷനിൽ നമ്മൾ ഫെർട്ടിലൈസേഷൻ നടത്തുകയാണ്. സോ അതാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. പിന്നെ ഇൻട്രാസൈറ്റോസ്പെർമിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളിൽ നിന്ന് സ്പേം എടുത്തിട്ട് ആ സ്പേമിനെ നമ്മൾ കറക്റ്റ് ഈ എഗ്ഗിന്റെ സൈറ്റോപ്ലാസത്തിനകത്തേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് വിടുകയാണ്.
ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു സ്ത്രീയിൽ, ഒരു ഡോണർ ആയിട്ടുള്ള ഒരു സ്ത്രീയിൽ നിന്ന് ഒരു ഓവം കളക്ട് ചെയ്ത് നമുക്ക് ആരാണോ റെസിപ്പിയന്റ് ആ ഒരു മറ്റൊരു സ്ത്രീയുടെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ഈ ഒരു ഓവത്തിനെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓവത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻകോർപ്പറേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ കൊടുക്കുകയാണ്. ഓക്കെ, സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ഒരു ഗാമേറ്റിനെ, ഒരു എഗ്ഗിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഗിഫ്റ്റ് ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഫീച്ചർ ഇസ് നോട്ട് ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ പല കുഞ്ഞുങ്ങളെയും അങ്ങനെ കാണാറുണ്ട്. അതായത് ട്രൈസോമിക് കണ്ടീഷൻ, നമ്മുടെ 21ാമത്തെ ക്രോമോസോം, നമുക്ക് മൊത്തത്തിൽ 46 ക്രോമോസോം ഉണ്ട്, 23 എണ്ണം അതിന്റെ 2 കോപ്പി, അങ്ങനെയാണ് മൊത്തം 46. അതിൽ 21ാമത്തെ ക്രോമോസോമിൽ 3 കോപ്പി ആയി പോവും ചില സന്ദർഭങ്ങളിൽ. 21ാമത്തെ ക്രോമോസോമാണ് മിക്കപ്പോഴും ഈ ഒരു 3 കോപ്പി വരുന്ന സാധ്യത കൂടുതലായിട്ട് കാണിക്കുന്നത്. സോ അതിനെ നമ്മൾ 3 കോപ്പി ഉണ്ടെങ്കിൽ നമ്മൾ ട്രൈസോമി എന്ന് പറയും. അതായത് 21ാമത്തെ ക്രോമോസോമിന്റെ സാധാരണ 2 കോപ്പിയാണ് ഉണ്ടാവാറ്. പക്ഷെ ചില കുഞ്ഞുങ്ങൾ അവരുടെ മിയോസിസ് ഒക്കെ നടക്കുന്ന അച്ഛൻ്റെ മീൻസ് ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് ചിലപ്പോൾ ഒരു എക്സ്ട്രാ കോപ്പി കൂടി പോകാറുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, സോ ഇപ്പൊ എത്ര മനസ്സിലാക്കുക, 3 കോപ്പി ആയി പോവുകയാണെന്ന് വിചാരിക്കുക. സോ അങ്ങനെ ആയി പോകുമ്പോൾ ചില ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവും. ചില ജനറ്റിക് ഡിസോർഡർ അല്ല, ചില ജനറ്റിക് മാനിഫെസ്റ്റേഷൻസ് അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് അവർ കാണിക്കും, ഒരു ഡിഫോമിറ്റി അവർ കാണിക്കാറുണ്ട്. ഓക്കെ, സോ ആ ഒരു 21ാമത്തെ ക്രോമോസോമിന്റെ 3 കോപ്പി ഉണ്ടാകുമ്പോൾ വരുന്ന ആ ഒരു സിൻഡ്രത്തിനെ നമ്മൾ ഡൗൺ സിൻഡ്രം എന്ന് വിളിക്കും. ഓക്കെ, ഡൗൺ സിൻഡ്രം. ആ കുഞ്ഞുങ്ങൾക്ക് ഈ കയ്യിലെ വരകളുടെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും, കൈപ്പത്തി വളരെ പരന്നിട്ടായിരിക്കും, അവരുടെ പൊക്കം കുറച്ച് കുറവായിരിക്കും, അവരുടെ കൺപോളകൾ ഇങ്ങനെ ഈ എപ്പിക്കാന്തിക് ഫോൾഡ് കൂടുതലായിരിക്കും, അവരുടെ മൂക്ക് കുറച്ച് പരന്നിട്ടായിരിക്കും, അവരുടെ പല്ലിൽ കുറച്ച് പ്രശ്നം ഉണ്ടാവും. സോ ഇങ്ങനെ പലതരത്തിലുള്ള മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും. പക്ഷേ ഞാൻ ഈ പറഞ്ഞതിൽ ഈ 3 ഓപ്ഷനും ഉണ്ട്, പക്ഷെ ആരില്ല? ഗൈനക്കോമാസ്റ്റിയ ഇല്ല. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് ആൺകുട്ടികളിൽ ഉണ്ടാകുന്ന ചെസ്റ്റ് വളർച്ച അല്ലെങ്കിൽ അമിതമായിട്ട് അവരുടെ ചെസ്റ്റ് ഫാറ്റ് കൂടുന്ന ഒരു സിൻഡ്രം അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. അതൊരു രോഗാവസ്ഥ അല്ല, ഒരു ഫാറ്റ് കൂടുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ നമുക്ക് സർജറിയിലൂടെയൊക്കെ അത് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഗൈനക്കോമാസ്റ്റിയ. സോ നമ്മൾ ഇത്രയും 93ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 ജൂലൈ 13 നടന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വന്ന മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളിലും അതേപോലെ തന്നെ റെഗുലർ ക്ലാസ്സുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റുകൾ, ടോപ്പിക്കുകൾ തന്നെയാണ് ആ 7 ക്വസ്റ്റ്യൻസിൽ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം ഓരോന്നായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ചോദ്യമാണ്. 2 sin square 30 minus 3 cos square 45 plus cos square 60യുടെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം cos 30യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. അതിൻ്റെ അപ്പം sin 30യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ sin square 30യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ sin square 30 അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ sin 30യുടെ വാല്യൂ 1/2, അതിൻ്റെ സ്ക്വയർ 1/2 ദ ഹോൾ സ്ക്വയർ. ഓൾറെഡി ഇവിടെ ഒരു 2 ഉണ്ട്. മൈനസ് 3 ഇൻറ്റു cos 45ന്റെ വാല്യൂ നമുക്കറിയാം 1/√2 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുക. പ്ലസ് cos square 60. cos 60യുടെ വാല്യൂ അറിയാം 1/2 ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 1/4 ആണ്. മൈനസ് 3/2 പ്ലസ് 1/2ന്റെ സ്ക്വയർ 1/4. ഇത് നമ്മുടെ ക്യാൻസൽ ആകും 2ഉം. അപ്പോൾ 1/2 മൈനസ് 3/2 എത്രയാണ്? 1/2 മൈനസ് 3/2 എന്ന് പറയുന്നത് -1 പ്ലസ് 1/4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 പ്ലസ് 1 -3/4 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വളരെയധികം ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് കോണിക് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു എലിപ്സ്, അതിന്റെ വെർട്ടൈസസ് 5 0 -5 0 ആൻഡ് ഫോസൈ അറ്റ് 4 0 -4 0. അപ്പോൾ ഒരു എലിപ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം എലിപ്സ് 2 രീതിയിലുണ്ട്. അതിന്റെ
മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എക്സ് ആക്സിസ് വരാം അല്ലെങ്കിൽ വൈ ആക്സിസ് വരാം. അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർട്ടെക്സുകളിൽ വാല്യൂ ഉള്ളത് ഏതിനാണെന്ന് നോക്കുക. 0 വാല്യൂ വരുന്നത് വൈ ആക്സിസിനാണ്. 5 എന്ന് പറയുന്ന വാല്യൂ -5 എന്ന് പറയുന്ന വാല്യൂ ഏതിനാണ്? എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ ആണ്. Therefore ഇങ്ങനെയൊരെണ്ണമാണ് വന്നേക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന എലിപ്സ് എന്ന് പറയുന്നത് ദാണ്ട് ഇങ്ങനെയായിരിക്കും. മേജർ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആയിരിക്കും. അതായത് എലിപ്സിന്റെ വെർട്ടെക്സിന്റെ ഫോർമുല ± a0 എന്നാണ് കിട്ടുന്നതെങ്കിൽ ഇതിന്റെ അർത്ഥം എക്സ് ആക്സിസ് ആണ് ആക്സിസ് ഓഫ് മേജർ ആക്സിസ് വരുന്നത്. ഇനി അങ്ങനെയല്ല 0 ± b എന്നാണ് വരുന്നതെങ്കിൽ അത് മനസ്സിലാക്കിക്കോണം, അത് വൈ ആക്സിസിലായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടെക്സുകൾ എന്ന് പറഞ്ഞാൽ +5ഉം 0ഉം -5ഉം 0ഉമാണ്. വിച്ച് മീൻസ് ഇതിന്റെ മേജർ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ 5 0 ആണ്. ഒരു വെർട്ടെക്സ് 5 0 ആണ്, അടുത്ത വെർട്ടെക്സ് -5 0 ആണ്. അതുപോലെ തന്നെ അതിന്റെ ഫോസൈ നമുക്ക് തന്നിട്ടുണ്ട്, ഫോക്കസിന്റെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. 4 0 -4 0 ആണ്. അപ്പോൾ ഒരു ഫോക്കസ് ദാണ്ട് ഇവിടെയാണ്, മറ്റൊരു ഫോക്കസ് ഇവിടെയാണ്. ഇതിനെ ഞാൻ F1 എന്ന് വിളിക്കുന്നു, ഇതിനെ ഞാൻ F2 എന്ന് വിളിക്കുന്നു. F1ന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് -4 0. ഇതിന്റെ കോർഡിനേറ്റ് F2 കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 4 0. അപ്പോൾ നമുക്കറിയാം ഒരു എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x² / a² + y² / b² is equal to 1 ആണ്. x² / a² + y² / b² is equal to 1. അതിനകത്തിൽ a എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. a എന്ന് പറയുന്നത് ഇതാണ് ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിനിൽ നിന്നും ഏതെങ്കിലും ഒരു വെർട്ടെക്സിലേക്കുള്ള നീളമാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോയാലും 5 ആണ്, ഇങ്ങോട്ടേക്ക് പോയാലും 5 ആണ്. Therefore എയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 5 കിട്ടും. ബിയുടെ വാല്യൂ നമുക്ക് അറിയില്ല, അതായത് സെമി മൈനർ ആക്സിസ്, അതായത് ഈ സെൻട്രൽ നിന്നും അത് ഇങ്ങോട്ടേക്കുള്ള, അതായത് ആ എക്സ് ആക്സിസിൽ ഈ പോയിന്റിലേക്കുള്ള ദൂരം ഇതാണ് അവിടുത്തെ ബി എന്ന് പറയുന്നത്. ബി നമുക്ക് അറിയില്ല. ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ഫോർമുലയുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. വെർട്ടെക്സ് ഫോക്കസിന്റെ പോയിന്റുകൾ 4 0. അപ്പോൾ ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോക്കസിലേക്കുള്ള ലെന്ത്, അത് സി ആണ്. അപ്പോൾ നമുക്ക് സി തന്നിട്ടുണ്ടെങ്കിൽ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ b² കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് a² - c² ആണ്. അതായത് സെമി മേജർ ആക്സിസിന്റെ ലെന്തിൽ നിന്നും ഫോക്കൽ ലെന്ത് മൈനസ് ചെയ്താൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരം, ദാറ്റ് മീൻസ് ഫോക്കൽ ലെന്ത് ആണ്. ആ ഫോക്കൽ ലെന്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അതിന്റെ സെമി മൈനർ ആക്സിസിന്റെ വാല്യൂ നമുക്ക് കിട്ടും. സോ ഇവിടുത്തെ സെമി മൈനർ ആക്സിസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ b²ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ b²ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി എഴുതി 5 ആണ്. 5² മൈനസ് ഇവിടുത്തെ ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്നും ഫോക്കസിലേക്കുള്ള ലെന്ത് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. 4² which is equal to 5² വാല്യൂ 25, 4² വാല്യൂ 16. അപ്പോൾ 25 - 14 9 എന്ന് കിട്ടും. അപ്പോൾ b² വാല്യൂ എത്ര കിട്ടി മക്കളെ? 9 കിട്ടി. സോ ആ ഒരു വാല്യൂ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x² / a² എന്ന് പറഞ്ഞാൽ എയുടെ സ്ക്വയർ 5 ആണ് അല്ലേ. 5ന്റെ സ്ക്വയർ എടുക്കുക പ്ലസ് b² y² / b² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 ആണ്, is equal to 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 9x² പ്ലസ് 5² എന്ന് പറഞ്ഞാൽ 25 ആണ്, 25y² the whole divided by 5² എന്ന് പറഞ്ഞാൽ 25 into 9 എന്ന് പറയുന്നത് 225 is equal to 1 എന്ന് കിട്ടും. Therefore 9x² plus 25y² is equal to 225 എന്ന് കിട്ടും. അപ്പോൾ 9x² plus 25y² plus 25y² is equal to 225 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ക്ലാസ്സിലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളിലും നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം കോണി സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് സ്ട്രെയിറ്റ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ദാറ്റ് ഹാസ് ആൻ എക്സ് ഇന്റർസെപ്റ്റ് -3 ആൻഡ് ഈസ് പെർപെൻഡിക്കുലർ ടു 3x plus 5y is equal to 4. 3x plus 5y is equal to 4 എന്ന് പറയുന്ന ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എക്സ് ഇന്റർസെപ്റ്റ് -3 ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്ട്രെയിറ്റ് ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ രണ്ട് കോൺസെപ്റ്റുകൾ നമ്മൾ ഇവിടെ എടുക്കും. എക്സ് ഇന്റർസെപ്റ്റിന്റെ കോൺസെപ്റ്റും എടുക്കും, പെർപെൻഡിക്കുലർ ലൈൻസിന്റെ സ്ലോപ്പിന്റെ കോൺസെപ്റ്റും എടുക്കും. അപ്പോൾ അതോടെ ശ്രദ്ധിക്കുക, രണ്ട് ലൈനുകൾ ഉണ്ട്. ആ രണ്ട് ലൈനുകളിൽ ഒരു ലൈനിന്റെ സ്ലോപ്പ് m1ഉം മറ്റൊരു ലൈനിന്റെ സ്ലോപ്പ് m2ഉമാണ് എന്ന് വിചാരിക്കുക. ഈ രണ്ട് ലൈനുകളും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്, അതായത് 90 ഡിഗ്രി ആണ് എങ്കിൽ m1 into m2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. m1 into m2 എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആയിരിക്കും. അതിൽ നിന്നും m2 എന്ന് പറയുന്നത് -1/m1 ആയിരിക്കും അതിന്റെ m2 എന്ന് പറയുന്നതിന്റെ വാല്യൂ. നമുക്കത് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 3x plus 5y
ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എക്സ് ഇന്റർസെപ്റ്റ് -3 ആയിട്ടുള്ള എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണ് മക്കളെ -3 ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ലൈൻ എങ്ങനെയാണ് ആദ്യം വരുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ XY കോർഡിനേറ്റുകൾ. നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈനിന്റെ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ -3 ആണ്. അതായത് എക്സ് ആക്സിസിൽ കടന്നു പോകുന്ന പോയിന്റ് ഇവിടെ x ഈസ് ഈക്വൽ ടു -3 ഈ പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ഈ ലൈൻ എന്തിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നുണ്ട്? മറ്റൊരു ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. ആ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3x + 5y = 4. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ ലൈനുകളിൽ വെച്ചിട്ട് അപ്പൊ നമുക്ക് ഒരു എലിമിനേഷൻ മെത്തേഡ് നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. കാരണം ഈ ലൈനിന്റെ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ കാണുന്ന ചുമന്ന ലൈനിന്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് -3 ആണ് അല്ലെ. എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണ്? -3 ആണ്. അപ്പൊ ഇതിനകത്ത് ഏതിനൊക്കെയാണ് എക്സ് ഇന്റർസെപ്റ്റ് -3 വരാത്തതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഒരു ലൈനിന്റെ ജനറൽ ഇക്വേഷൻ y = mx + c ആണ്. അതിൽ m എന്ന് പറയുന്നതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ എഴുതുമ്പോൾ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? -3. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? -3 ആണ് അല്ലെ. എക്സ് എന്ന് പറയുന്നത് -3 അല്ലെങ്കിൽ എക്സ് ഇന്റർസെപ്റ്റ് -3 ആണ്. അതായത് എക്സ് ഇന്റർസെപ്റ്റ് -3 എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ പോയിന്റ് എടുക്കുമ്പോൾ ഈ ലൈനിൽ വൈയുടെ വാല്യൂ എത്രയാണ്? 0 ആണ് അല്ലെ. വൈയുടെ വാല്യൂ എത്രയാണ് മക്കളെ? 0 ആണ്. അപ്പൊ ഇവിടെ വൈയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -3 കിട്ടും. സോ എക്സ് ഇന്റർസെപ്റ്റ് നമുക്ക് -3 കിട്ടി. അപ്പൊ ഇതാവാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ y ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -9 അപ്പുറത്തേക്ക് പോകുമ്പോൾ +9 +9 ഡിവൈഡഡ് ബൈ 3 +3 വരും അല്ലെ. അപ്പോൾ ഒരിക്കലും ഇത് വരില്ല. ഇതല്ല ഉത്തരം. ഇനി മൂന്നാമത്തതിനകത്തിലേക്ക് പോകുമ്പോൾ വൈയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -45 അപ്പുറത്തേക്ക് പോകുമ്പോൾ 45 ഡിവൈഡഡ് ബൈ 5 അത്രയായി കിട്ടുന്നത് 9 എന്ന് കിട്ടും അല്ലെ. 45 ഡിവൈഡഡ് ബൈ 5 9 എന്ന് കിട്ടും. അതുമല്ല നമ്മുടെ എക്സ് ഇന്റർസെപ്റ്റ്. അപ്പം ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇതിനകത്തിലേക്ക് പോകുമ്പോൾ വൈയുടെ വാല്യൂ ഞാൻ 0 കൊടുക്കുമ്പോൾ 5x + 15 = 0. 15 അപ്പുറത്തേക്ക് പോകുമ്പോൾ -15. therefore എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടും? -3 കിട്ടും. അപ്പൊ നമുക്ക് വന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1 ഉം 4 ആണ്. 2 ഉം 3 ഉം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പറയുന്ന ഒരു കാര്യം ഈ ലൈനിന് 3x + 5y = 4 എന്ന് പറയുന്നത് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് ഈ ലൈൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ സ്ലോപ്പാണ്. പച്ച ലൈനിന്റെ സ്ലോപ്പാണ്. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇതിനകത്ത് y = mx + c എന്ന് പറയുന്ന ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ 5y = -3x + 4 എന്ന് കിട്ടും. അതിൽ നിന്നും y എന്ന് പറയുന്നത് -3/5x + 4 എന്ന് കിട്ടും അല്ലെ. അപ്പൊ സ്ലോപ്പ് കിട്ടി. അതായത് ഈ ലൈനിന്റെ സ്ലോപ്പ് കിട്ടി -3/5. അപ്പോൾ ഈ ചുമന്ന ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? നേരെ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, സൈൻ മാറ്റുക. 3/5ന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 5/3 മൈനസ് മാറ്റി പ്ലസ് ആക്കണം. സോ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 5/3 എന്ന് കിട്ടും അല്ലെ. എത്രയാണ്? 5/3. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഈ ലൈനുകളിൽ ഏതിനൊക്കെയാണ് സ്ലോപ്പ് 5/3 കിട്ടുന്നതെന്ന് നമുക്ക് നോക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ എടുത്തു. ഓക്കെ, ഞാൻ again y = mx + c എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ 3x + 5y + 9 = 0. അതിൽ നിന്നും 5y = -3x - 9. അതിനകത്ത് y = -3x/5 -9/5 എന്ന് കിട്ടും അല്ലെ. അപ്പൊ സ്ലോപ്പ് എത്ര കിട്ടി? -3/5 ആ കിട്ടിയത്. അപ്പോൾ -3/5 അല്ല ഒരിക്കലും വേണ്ടത്. പിന്നെ എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് 5/3 ആണ്. അപ്പം ഈ ഒരു ഓപ്ഷനും അല്ല. അപ്പം ഏത് മാത്രമാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കാരണം ഇത് രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓപ്ഷൻ നമ്പർ 4 മാത്രമാണ്. സോ ഓപ്ഷൻ നമ്പർ 4 is the correct answer. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 5x - 3y + 15 = 0. കാരണം ഇവിടെ നോക്കുക, ഇതിനകത്ത് നമുക്ക് -3y അപ്പുറത്തേക്ക് പോകുമ്പോൾ 3y = 5x + 15 എന്ന് കിട്ടും. y = 5/3x + 15/3. സോ എക്സിന്റെ കോയിഫിഷ്യന്റ് നോക്കുക, അതാണ് അവിടുത്തെ സ്ലോപ്പ്. എക്സിന്റെ കോയിഫിഷ്യന്റ് 5/3 അതാണ് നമുക്ക് വേണ്ട സ്ലോപ്പും. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ നമ്പർ 4 ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അവിടെ നമ്മൾ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതേപോലെ തന്നെ സ്ലോപ്പിന്റെ കോൺസെപ്റ്റും രണ്ടും കൂടെ വെച്ചിട്ടാണ് ആ ഒരു ചോദ്യം നമ്മൾ ചെയ്തത്. മക്കളെ, അടുത്തത് സെറ്റ് എന്ന് പറയുന്ന പോർഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. In a club, 60 men played cricket, 30 plays tennis, and 15 plays both cricket and tennis. How many plays at least one of these two games എന്നാണ് പറയുന്നത്. അതായത് ഒരു ക്ലബില് 60 ആൾക്കാർ എന്ത് കളിക്കും? ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ ഇതാണ്. അത് എത്ര പേരാണ്? 60 പേരാണ്. മറ്റൊരു ടീമുണ്ട്, മറ്റൊരു ഗ്രൂപ്പുണ്ട്, അതിനകത്തില് 30 പേരുണ്ട്. അവരെന്ത് കളിക്കും? ടെന്നീസ് കളിക്കും. ഇനി ഇത് രണ്ടും കൂടെ കളിക്കുന്ന ആൾക്കാർ ക്രിക്കറ്റ് മൊത്തത്തിൽ കളിക്കുന്ന ആൾക്കാർ 60,
ടെന്നീസ് മൊത്തത്തിൽ കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം 30. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്? 15 നമ്മളത് ചോദിച്ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ഗെയിമെങ്കിലും കളിക്കുന്ന ആൾക്കാർ. അറ്റ്ലീസ്റ്റ് ഒരു ഗെയിമെങ്കിലും കളിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ഈ മൊത്തം ഏരിയയിൽ വരുന്ന ആൾക്കാർ വരും അല്ലെ? ഈ മൊത്തം ഏരിയയിൽ, അതായത് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരും ഫുട്ബോൾ ടെന്നീസ് കളിക്കുന്ന ആൾക്കാരും ഇതെല്ലാം കൂടെ ചേർന്ന് ഇത്രയും പോർഷൻ വരും അല്ലെ? അതായത് സെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷൻസ് ഓഫ് സെറ്റിനകത്തുള്ള ഒരു ചോദ്യമാണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എൻ ഓഫ് ക്രിക്കറ്റ് യൂണിയൻ ടെന്നീസ്, അതായത് ക്രിക്കറ്റോ അല്ലെങ്കിൽ ടെന്നീസോ. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒന്ന്, ക്രിക്കറ്റ് അല്ലെങ്കിൽ ടെന്നീസ് ഇത് കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്കറിയാം. എൻ ഓഫ് സി യൂണിയൻ ടി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി എന്ന് പറയും. അപ്പൊ എൻ ഓഫ് സി എന്ന് പറയുന്ന നമ്പർ ഓഫ് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുടെ മൊത്തം എണ്ണം നമുക്കറിയാം 60 പേരാണ് അല്ലെ? പ്ലസ് ടെന്നീസ് കളിക്കുന്ന മൊത്തം ആൾക്കാരുടെ എണ്ണം അറിയാം 30 പേരാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരുടെയും കൂടെ തികഞ്ഞെന്ന്, അല്ലെങ്കിൽ ഇത് രണ്ടും കളിക്കുന്ന ആൾക്കാരുടെ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും കളിക്കാവുന്ന ആൾക്കാരുടെ എണ്ണം കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഈ 60-നകത്തും ഈ 30-നകത്തും ദാണ്ട് ഈ 15 ഇവിടെ വരുന്ന ഈ 15 ആൾക്കാർ എന്തായിട്ട് വരുന്നുണ്ട്? കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? അപ്പൊ അത് 2 തവണ എടുക്കും. അപ്പൊ ഓർമ്മത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് എൻ ഇൻറ്റു സി ഇന്റർസെക്ഷൻ ടി മൈനസ് 15. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 60 + 30 90 - 15 എന്ന് പറയുന്നത് 75 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതും നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിന്റെ കോൺസെപ്റ്റും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ഒരു ചോദ്യം ഇതാണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് 3x, z, b എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് 1, 2. അപ്പം എയിൽ നിന്നും ബിയിലേക്കുള്ള നമ്പർ ഓഫ് റിലേഷൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. എയിൽ നിന്നും ബി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക്, ഒരു സെറ്റിൽ നിന്നും എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന ഒരു സെറ്റിലേക്ക് ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. കണ്ടീഷൻ ഇതാണ്, എൻ ഓഫ് എ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് സെറ്റ് എ എന്ന് പറയുന്നത് സപ്പോസ് പി ആണെന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് സെറ്റ് ബി എന്ന് പറയുന്നത് ക്യൂ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് റിലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് 2p into q ആണ്. മാക്സിമം നമ്പർ ഓഫ് റിലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം എ ടു ബി. എയില് പി എലമെന്റ്സ് ഉണ്ട്, ബിയിൽ ക്യൂ എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ എയിൽ നിന്നും ബിയിലേക്ക് നമുക്ക് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത് 2p into q ആണ്. നോക്കാം മക്കളെ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എ എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലേക്കാണ് ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എയിലെ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ എണ്ണം 3 ആണ്. ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ 2 എണ്ണമാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് റിലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് 2p into q. പിയുടെ വാല്യൂ 3, ക്യൂന്റെ വാല്യൂ 2. അപ്പം എത്ര കിട്ടും മക്കളെ? 2/6 എന്ന് കിട്ടും. 2/6ന്റെ വാല്യൂ നമുക്കറിയാം 64 ആണ് അല്ലെ? ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 64. ഇതും ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. അപ്പോൾ ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എത്രയാണ്? എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 into 3 ആണ് അല്ലെ? അതായത് എ ക്രോസ് ബിക്ക് എത്ര എലമെന്റ്സ് വരും? 6 എലമെന്റ്സ് വരും. അപ്പൊ 6 എലമെന്റ്സ് ഉള്ളതിനകത്ത് നമുക്ക് എത്ര റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ 2/6 ആണ്. ദാറ്റ് ഈസ് 64 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൺ ടു ഫംഗ്ഷൻ ആണ് അല്ലെ? ഒരു ഫംഗ്ഷൻ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ഓൺ ടു ഫംഗ്ഷൻ എന്നാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. മക്കളെ നമുക്കറിയാം ഒരു ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം എയിൽ നിന്നും ഞാൻ ബിയിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. എയിൽ നിന്നും ബിയിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുവാണ്. അപ്പൊ എന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ബി ആണ്. ഞാൻ ആ സെറ്റ് ബിയിൽ ഒരു എലമെന്റ് എടുക്കുന്നു, y എന്ന് പറയുന്ന ഒരു എലമെന്റ് ഓഫ് സെറ്റ് ബി എടുക്കുന്നു. കണ്ടീഷൻ എന്താണ്? ഫോർ എവറി y എലമെന്റ് ഓഫ് ബി എന്ന് പറയുന്ന കോഡൊമൈനിലെ ഓരോ എലമെന്റ് വൈക്കും there exists an x in A. For every element of y element of B, which implies there is an x element of A. A എന്ന് പറയുന്ന സെറ്റിനകത്ത് ഒരു എലമെന്റ് ഉണ്ടാകും x. കണ്ടീഷൻ എന്താണ്? f of x എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടൂടാ? y കിട്ടും. അതായത് എന്റെ കോഡൊമൈനിലെ, അതായത് എയിൽ നിന്നും ബിയിലേക്കാണ് ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഫംഗ്ഷന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ ബി ആണ്. അപ്പൊ ബിയിലെ ഏതൊരു എലമെന്റ് y എടുത്താലും there exists an element in x such that
ആ എക്സിസ്റ്റ് an element x in A such that f of x ന്റെ വാല്യൂ എത്രയാണ് മക്കളെ y എന്ന് എനിക്ക് കിട്ടും. അതായത് ഇത്രയേ ഉള്ളൂ. ദാണ്ടെ എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലേക്ക് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്, എയിൽ നിന്നും ബിയിലേക്ക്. ഞാൻ ബിയിൽ ഏതൊരു എലമെന്റ് y എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിൽ ഒരു എക്സ് കാണും. അതായത് വൈയുടെ പ്രീ ഇമേജ് ആയിട്ട് ഏതൊരു വാല്യൂ y എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു പ്രീ ഇമേജ് ആയിട്ട് എനിക്ക് അവിടെ ഒരു എക്സ് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതാണ് ഓൺ ടു ഫംഗ്ഷൻ ആകാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഒന്നാമത്തെ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓൺ ടു ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ഫംഗ്ഷനിലെ എലമെന്റ്സ് വന്നിട്ടുണ്ട് 1, 2, 3, 4. അപ്പം അതിനകത്ത് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? 1 3ലേക്ക് മാപ്പ് ചെയ്യുന്നു, 2 5ലേക്ക് മാപ്പ് ചെയ്യുന്നു, 3 5ലേക്ക് മാപ്പ് ചെയ്യുന്നു, 4 2ലേക്ക് മാപ്പ് ചെയ്യുന്നു, 5 3ലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പം എയിൽ നിന്നും എയിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻസിനകത്ത് എയിൽ നിന്നും എയിലേക്കാണ്. അപ്പൊ ഇതാണ്ട് ഈ ഓരോ എലമെന്റ്സിനും 1നും 2നും 3നും 4നും 5നും എല്ലാം തന്നെ എന്ത് കാണണം? ഒരു പ്രീ ഇമേജ് അവിടെ കാണണം. അതായത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദാണ്ട് ഇവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, 1 2 3 4 5. അതേ സെയിം സെറ്റ് ബി എ എന്ന് പറയുന്ന അടുത്ത സെറ്റിലേക്ക് അവിടുത്തെ എലമെന്റ്സ് എന്താണ്? 1 2 3 4 5. ഒരു റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെയാണതാ നോക്കുക. 1 എങ്ങോട്ടേക്ക് പോയി? 3ലോട്ട് പോയി. 2 എങ്ങോട്ടേക്ക് പോയി? 5ലോട്ട് പോയി. 3 എങ്ങോട്ടേക്ക് പോയി? 5ലോട്ട് പോയി. 4 എങ്ങോട്ടേക്ക് പോയി? 2ലോട്ട് പോയി. 5 എങ്ങോട്ടേക്ക് പോയി? 3ലോട്ട് പോയി. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 1ന് പ്രത്യേകിച്ച് 1ലോട്ട് ഒന്നും തന്നെ മാപ്പ് ചെയ്തിട്ടില്ല, 4ലോട്ടും ഒന്നും തന്നെ മാപ്പ് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? 1നും 4നും ഓരോ പ്രീ ഇമേജുകൾ എവിടെ ഇല്ല? എ എന്ന് പറയുന്ന ഗിവൺ സെറ്റിനകത്തിലില്ല. ഓൺ ടു ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഒറ്റ എലമെന്റ് പോലും, അതായത് അതിന്റെ കോഡൊമൈനിലെ ഇവിടുത്തെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് എ ആണ് കോഡൊമൈൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഓരോ എലമെന്റ് ഓഫ് ദാറ്റ് കോഡൊമൈൻ there exists a pre-image. പക്ഷെ ഇവിടെ 1നും 4നും പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് ഒരിക്കലും ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്നതാണ്ട് ഈ ഒരു ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല. കാരണം 1നും 4നും എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. സോ ഇറ്റ് ഇസ് നോട്ട് ആൻ ഓൺ ടു ഫംഗ്ഷൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണ്. എ എന്ന് പറയുന്നത് സെറ്റ് -1 1 ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്നും എയിലേക്കാണ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? x² ആണ്. ഇവിടെയും സെയിം ഈ കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് -1 1 ആണ് എലമെന്റ്. അതിൽ നിന്നും സെയിം എ എന്ന് പറയുന്ന ഒരു എലമെന്റിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് -1 1. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ x² ആണ്. അതായത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? x². അതായത് എഫ് ഓഫ് 1 കൊടുത്താലും 1 കിട്ടും, എഫ് ഓഫ് -1 കൊടുത്താലും 1 കിട്ടും. ദാറ്റ് ഈസ് ഈ 1 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നു? ഈ -1ഉം +1ലോട്ട് മാപ്പ് ചെയ്യുന്നു, ഈ 1ഉം +1ലോട്ട് മാപ്പ് ചെയ്യുന്നു. വിച്ച് മീൻസ് ഈ -1ന് എയിലുള്ള -1 എന്ന് പറയുന്ന ആ ഒരു എലമെന്റിന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. അപ്പൊ അതിനൊരു പ്രീ ഇമേജ് ഇല്ല എങ്കിൽ, -1ന്റെ ഒരു പ്രീ ഇമേജ് ഇല്ല എങ്കിൽ അതൊരു ഓൺ ടു ഫംഗ്ഷൻ ആവൂടെ? ഇല്ല. അപ്പൊ ഇതും എന്തല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. അപ്പൊ അതും ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്ന് മനസ്സിലായി. ഇനി അടുത്ത വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു ഫംഗ്ഷൻ ഉണ്ട്. എഗെയിൻ എയിൽ നിന്നും എ എന്ന് പറയുന്നത് -1 1 എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ആ സെയിം സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത്തവണ തന്നിരിക്കുന്ന ഫംഗ്ഷൻ g ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? x² ആണ്. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. എലമെന്റ്സ് -1 1 ആണ്. അതേപോലെ തന്നെ എ എന്ന് പറയുന്നത് തന്നെ സെയിം ഫംഗ്ഷൻ എലമെന്റ്സ് -1 1 ആണ്. നമുക്കറിയാം എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1³ which is equal to 1 ആണ്. എഫ് ഓഫ് -1 എന്ന് പറയുന്നത് -1³ which is equal to -1. അതായത് -1 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നു? -1ലോട്ടും 1 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നു? 1ലോട്ടും മാപ്പ് ചെയ്യുന്നു. അതായത് തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന സെറ്റ്, അതാണ് ഒരു കോഡൊമൈനിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ട്? ഒരു പ്രീ ഇമേജ് ഉണ്ട്. സോ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതാണ് ആ ഓൺ ടു ഫംഗ്ഷന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓൺ ടു ഫംഗ്ഷന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഈ കിടക്കുന്ന സാധനമാണ്. അപ്പൊ ഏതാണ് അതിൽ ഓൺ ടു ഫംഗ്ഷൻ? മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഓൺ ടു ഫംഗ്ഷൻ. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ 1 4 7 up to infinity up to any number n are needed to give a sum of 715. അതായത് 1 4 7 ഇങ്ങനെ പോകുന്ന ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ. അതിനകത്തിൽ ഏതോ ഒരു എലമെന്റ് n വരെയുള്ള n നമ്പർ ഓഫ് എലമെന്റ്സ് കൂട്ടുമ്പോൾ എനിക്ക് 715 കിട്ടും. അങ്ങനെയാണെങ്കിൽ n ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ നമുക്കറിയാം
എസ് എൻ എന്ന് പറയുന്നത് സം ഓഫ് എൻ ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എസ് എൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് n by 2 into 2a plus n minus 1 into d ആണ് അല്ലെ 2a plus n minus 1 into d. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് എസ് എൻ തന്നിട്ടുണ്ട് 715 ആണ്. സം ഓഫ് എൻ ടേംസ് നമുക്ക് അറിയത്തില്ല, എൻ ടേംസ് എന്നിന്റെ വാല്യൂ നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സം ഓഫ് എൻ ടേംസ് നമുക്ക് തന്നിട്ടുണ്ട് 715. അതെന്ന് പറയുന്നത് എങ്ങനെയാ കിട്ടുന്നത്? n by 2 എന്നിന്റെ വാല്യൂ നമുക്ക് അറിയില്ല ഇൻറ്റു 2 into a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എന്താ മക്കളെ 1 ആണ്, 2 into 1 പ്ലസ് n minus 1 into d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സിന്റെ ഡിഫറൻസ് 1 4 തമ്മിലുള്ള ഡിഫറൻസ് 3, 4 7 തമ്മിലുള്ള ഡിഫറൻസ് 3. അപ്പം കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 3 എന്ന് നമുക്ക് കിട്ടി. സോ 715 is equal to n by 2 into 2 n by 2 the whole into 2 into 1, അതായത് 2 plus n minus 1 into d എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 3 ആണ്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ ഇവിടെ എവിടെയോ കിടപ്പുണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. എങ്ങനെ കണ്ടുപിടിച്ചെഴുതുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് എഴുതാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ളത് ഓരോ എന്നിന്റെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ ഈ ഓർഡറിൽ തന്നെ ഓരോ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സപ്പോസ് എന്നിന്റെ വാല്യൂ ഞാൻ 22 ഞാൻ കൊടുക്കുവാണ്. അപ്പൊ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഞാൻ ഈ കാണുന്ന ഈ എക്സ്പ്രഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്നിന്റെ വാല്യൂ 22 കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ 715 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മളെ നോക്കണം. 22 എന്നിന്റെ വാല്യൂ 22 by 2 ഇൻറ്റു 2 into 1 2 പ്ലസ് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 22 ആണ്. അപ്പം 22 മൈനസ് 1 21 ഇൻറ്റു 3 എന്ന് കിട്ടും അല്ലെ. 21 ഇൻറ്റു 3 23. ഇതും ഇതും കൂടെ അങ്ങ് ക്യാൻസൽ ആയി പോകും. 15 11 22 രണ്ടും കൂടെ ക്യാൻസൽ ആകുമ്പോൾ 11. അപ്പൊ 11 ഇൻറ്റു നമുക്കറിയാം 21 into 3 എന്ന് പറയുന്നത് എത്രയാണ്? 21 into 3 എന്ന് പറയുന്നത് 63 ആണ്. 63 പ്ലസ് 2 65. അപ്പം 11 into 65 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 11 into 65 എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? 715 എന്ന് കിട്ടും അല്ലെ. എത്ര കിട്ടും മക്കളെ? 715. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 715. അപ്പം എന്നിന്റെ വാല്യൂ 22 കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടി അല്ലെ. അപ്പോൾ അന്ന് എന്ത് മനസ്സിലാക്കി? ഇവിടെ ഉള്ളത് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയാണ്? 22 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് മനസ്സിലായി മക്കളെ? 22 ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചോദിച്ച ചോദ്യങ്ങൾ. അപ്പം എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ എക്സാമുകൾ എഴുതിയതിനകത്തും നമ്മൾ എഴുതിയിട്ടുള്ളതായിരുന്നു. അതായത് ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെ ഉള്ളതിനകത്ത് ഇതേ മോഡലുള്ള ക്വസ്റ്റ്യനുകളായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്കുകളും, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും, എല്ലാ മോഡൽ ക്വസ്റ്റ്യനുകളും, ഓൾമോസ്റ്റ് എല്ലാ മോഡൽ ക്വസ്റ്റ്യനുകളും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റാങ്ക് ലിസ്റ്റ് എല്ലാവർക്കും കയറാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.